ഹായ് നമസ്കാരം. ഞാൻ രമ്യ നിഖിൽ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഇത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂയിലേക്ക്, ഈ കളർഫുൾ സ്റ്റോറീസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ കളർഫുൾ സ്റ്റോറിയിൽ ആദ്യം തന്നെ നമ്മളോട് കഥ പറയാൻ എത്തുന്നത്, അതായത് എനിക്ക് നല്ലൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. കാരണം കുറേ നാളായിട്ട് നമ്മൾ മലയാളി പ്രേക്ഷകരെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു മുഖം. ഒരുപാട് നാളായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ നായികയുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം പ്രിയാമണി, പ്രിയയുടെ ഇന്റർവ്യൂ ആണ് എനിക്ക് ഇന്ന് ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയിരിക്കുന്നത്. സോ പ്രിയ, ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നോ? നന്നായിരിക്കുന്നു. പക്ഷെ എവിടെയായിരുന്നു പ്രിയ? എത്ര നാളായി കണ്ടിട്ട്? കുറെ നാളായി. മലയാളികളെ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? ഇല്ല, ചാൻസേ ഇല്ല, നോട്ട് അറ്റ് ഓൾ. എനിക്ക് മലയാളം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഇറ്റ്സ് ലൈക്ക് അനദർ ഒരു വേറൊരു ഫാമിലി പോലെയാണ്. മൈ സെക്കൻഡ് ഫാമിലി എന്ന് പറയാം. പക്ഷെ യെസ്, കുറെ ഗ്യാപ്പായി ഒരു മലയാളം പടം ചെയ്തിട്ട്. ഐ തിങ്ക് എന്റെ ലാസ്റ്റ് പടം ആഷിക് വന്ന ദിവസമായിരുന്നു, which was in 2017. അത് എന്റെ കല്യാണം. സോ ഗുഡ് 5 years back or 6 years back. കുറെ ഗ്യാപ്പായി, പക്ഷെ ഐ ആം ബാക്ക്. അത് തന്നെയാണ്, യു ആർ ബാക്ക്, യു ആർ സ്റ്റിൽ നൗ ഹിയർ അല്ലേ? അപ്പൊ അത് തന്നെ ഒരു വലിയൊരു ഇത് തന്നെ. ലുക്കിംഗ് റിയലി ഗുഡ്. ഒന്നും കൂടെ ഒന്ന് മെലിഞ്ഞു എന്നൊക്കെ തോന്നുന്നുണ്ട്. ക്യൂട്ട് ആൻഡ് മോർ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നു. നമുക്ക് പ്രിയയുടെ കഥയിൽ, പ്രിയാന്ന് അഡ്രസ് ചെയ്യുന്നു പ്ലീസ്. അപ്പം പ്രിയയുടെ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രിയ അധികം ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് പ്രിയ എന്താണ്, എങ്ങനെയാണ്, ഇതൊന്നും നമ്മുടെ സാധാരണക്കാർക്ക് അറിയില്ല. ചിലർ കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നു പ്രിയ ഇപ്പം നമ്മൾ ലാസ്റ്റ് റിയാലിറ്റി ഷോയിൽ നമ്മുടെ സാറ്റലൈറ്റ് ചാനലിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്ന് ജഡ്ജ് ചെയ്യാൻ വന്നിരുന്നപ്പോഴും അപ്പോഴൊക്കെ എല്ലാവരും പൊതുവെ ഇന്റർവ്യൂസ്, നമ്മുടെ ഇപ്പോഴല്ലേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ഇതായത്, അപ്പൊ ത്രൂ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ they'll get to know അല്ലെ നമ്മുടെ ഒറിജിനൽ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ ഹൗ ഫ്രണ്ട്ലി വി ആർ, അതൊക്കെ അവർക്ക് ആ ഒരു പൾസ് അറിയാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജഡ്ജ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു സീരിയസ് പേഴ്സൺ ആണ്, ഭയങ്കര ബോൾഡാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണോ എന്തോ പെട്ടെന്ന് നമ്മുടെ പുറത്തെ ഒരു അത് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ ആൾക്കാർക്ക് അത് റിവീൽ ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ നമുക്ക് ഇന്ന് ആക്ച്വൽ പ്രിയ എന്താണ്, ഇത് നമുക്ക് ഇന്ന് റിവീൽ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ വരാം. പ്രിയയുടെ തുടക്കം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അയ്യർ ഫാമിലിയിൽ നിന്നും, ശരിക്കും ബേസിക്കലി ഒരു തമിഴിയനാണ്, തമിഴ് അയ്യേഴ്സ് അല്ലേ? പക്ഷേ യു ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂർ അല്ലേ? അപ്പോൾ ആ ഒരു അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ജനിച്ചത് ബാംഗ്ലൂർ, പക്ഷെ റൂട്ട് തമിഴാണ്. എനിക്ക് തോന്നുന്നു റൂട്ട് ആക്ച്വലി ഫ്രം പാലക്കാട്. പാലക്കാടാണ് അല്ലേ? അച്ഛൻ അമ്മ എല്ലാരും പാലക്കാടാണ്. പക്ഷെ അച്ഛൻ ജനിച്ചത് വളർന്നതൊക്കെ പാലക്കാടിലായിരുന്നു. അമ്മ ട്രിവാൻഡ്രമായിരുന്നു. പക്ഷെ വി ആർ പാലക്കാട് ബ്രാഹ്മിൻസ്. ഓക്കെ, അപ്പം അന്നേ അറിയായിരുന്നോ മലയാളമൊക്കെ? ഇല്ല, എനിക്ക് മനസ്സിലാവാം, പക്ഷെ എനിക്ക് തിരിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ എന്ത് ഭാഷ സംസാരിക്കുന്നത്? തമിഴ്, പക്ഷെ ലോട്ട് ഓഫ് മലയാളം വേർഡ്സ് ആർ മിക്സ്ഡ്. ആണല്ലേ? ഓ, അപ്പം കന്നഡ സാധനം ഇടയ്ക്ക് വന്നിട്ടേ ഇല്ല ബാംഗ്ലൂർ ആയിരുന്നെ പോലും. കന്നഡ എനിക്കിപ്പോ പഠിക്കാൻ അറിയാം, എനിക്ക് വായിക്കാൻ അറിയാം. ബിക്കോസ് കന്നഡ വാസ് മൈ തേർഡ് ലാംഗ്വേജ് സ്കൂളില്. പക്ഷെ വീട്ടിൽ അതൊരു സംസാരം നോട്ട് അറ്റ് ഓൾ. ഇപ്പോഴും ഞാൻ എന്റെ റിലേഷൻസിന്റെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ തമിഴാണ് സംസാരിക്കുന്നത്. കൊതി വരുന്നു എനിക്ക് ആ തമിഴ് സംസാരിക്കാൻ. എനിക്ക് ഭയങ്കര ഞാൻ മിസ്സിംഗ് ആയിരുന്നു. പക്ഷെ ഫോർച്ചുനേറ്റ്ലി അമ്മയുടെ വീട് ട്രിവാൻഡ്രത്തിലാണല്ലോ. സോ ഞാൻ ട്രിവാൻഡ്രത്തിലെ പോയി നേരിന്റെ ഷൂട്ടിംഗ് ടൈമില് റിലേഷൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ബിക്കോസ് എനിക്ക് എന്റെ തമിഴില് സംസാരിക്കാൻ ചാൻസ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എന്റെ തമിഴിലൊന്ന് പറയൂ, ഞാൻ തിരിച്ചു വരുന്നു, തിരിച്ചിവിടെ ഉണ്ട് എന്നൊന്ന് പറയൂ. ഞാൻ ഇങ്ങതാണ് ഇരിക്കാൻ, ഞാൻ എങ്കും പോലെ. ഇതാണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ, see the closest thing I can say is ഇപ്പോ കമൽ സാറിന്റെ മൈക്കിൾ മദന കാമരാജൻ ആ പടം വന്നില്ലേ, അതിലെ കാമേശ്വരൻ ക്യാരക്ടർ ഇല്ലേ പാലക്കാട്, ആ കുക്ക് ഗ്രാമം, ആ ക്യാരക്ടർ കുക്ക് ഗ്രാമം അല്ല, പക്ഷെ ആ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെയാണ് ഞങ്ങളും സംസാരിക്കുന്നത്. സെയിം തിങ്. സോ അതൊരു now you can get a reference. റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ അവിടെയൊക്കെ നിന്ന് ഈ രണ്ട് സ്ഥലമായിട്ട് നിന്ന് പ്രിയ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് പോയത് തെലുങ്കു ഇൻഡസ്ട്രിയിലാണ്. ഫസ്റ്റ് മൂവി തമിഴ് ആണോ? തമിഴ് തന്നെയായിരുന്നു ഫസ്റ്റ്. കൺകളാൽ കൈതസേ. പിന്നെ ഭാരതി രാജ സാറിന്റെ 2002 ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഫസ്റ്റ് പടം റിലീസ് ആയത് തെലുങ്കിലായിരുന്നു. ഓ, അങ്ങനെയാണ് വന്നത്. അപ്പൊ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഫാമിലിയിലെ റിലേറ്റീവ്സ് ആണ്. ഇപ്പൊ വിദ്യാബാലൻ ആയിക്കോട്ടെ, സിംഗർ ശുഭാജി ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രിയയുടെ റിലേറ്റീവ്സ് തന്നെയാണ്. അപ്പൊ അവര് നേരത്തെ ആ ഒരു പ്രിയ വന്നത് കുറെ കൂടെ ഒരു ഏർലി ഏജിലാണ്. അപ്പൊ ഓൾറെഡി അവർ അന്നേരം എസ്റ്റാബ്ലിഷ്ഡ് ആയി നിന്നത് കൊണ്ടാണോ, അല്ല അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണോ എനിക്കും ഇങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്ന് തോന്നിയത്, അതോ എന്താണ് പ്രിയ? ഇതുവരെ ഞാൻ അവരുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ
യൂസിങ് സംബഡീസ് ഇൻഫ്ലുവൻസ് ടു ഹെൽപ്പ് മീ ഔട്ട്. ഓക്കെ. ഞാൻ ഇതുവരെ ഞാൻ ചെയ്തതും നിൽക്കുന്നതും എല്ലാം എൻ്റെ സ്വന്തം. I stood on my own 2 feet and I did it on my own. Very good. ഹാർഡ് വർക്കും പെർസിസ്റ്റൻസിന്റെ ത്രൂ ആയിരുന്നു ഇപ്പോഴും ആണ് that I'm standing on my own. Very good. ആരുടെ ഹെൽപ്പ് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഗോഡ് ഫാദർ ആരില്ല. എനിക്കിങ്ങനെ പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഓൾസോ യൂസ് എനി ഇൻഫ്ലുവൻസ്. ഓക്കെ. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും ഓക്കെ അവർ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം അവരത് വന്നതുകൊണ്ട് ആ ഒരു ഫീൽഡ് എന്താന്ന് കൂടുതലായിട്ട് അറിയാനും അതിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവാനും അങ്ങനെ എന്തെങ്കിലും ഇല്ല. ആക്ച്വലി ഞാൻ ആ ടൈമിൽ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് കുറെ ഓഫേഴ്സ് വന്നു. അപ്പോഴാണ് ഞാൻ ഇൻഫാക്ട് എൻ്റെ ഫസ്റ്റ് തമിഴ് പടത്തിന്റെ മുമ്പ് ഞാൻ ഫസ്റ്റ് ലൈഫില് ദി ഓൺലി ഓഡിഷൻ ഞാൻ ചെയ്തത് വാസ് വിത്ത് ഫാസിൽ സർ. ഫഹദിന്റെ ഡെബ്യൂ ഫിലിമിന് വേണ്ടി. അപ്പോ അത് ഞാൻ ഫാസിൽ സാറിന്റെ വീട്ടിൽ പോയി. അവിടെ 1 day 1.5 days ഞാനും അമ്മയും അവിടെ ഇരുന്നിട്ട് we did the audition. ഞാൻ ആ സോങ്ങിന്റെ ഓഡിഷൻ ഞാൻ ചെയ്തു. ഏതോ സീനിന്റെ ഇത്ര വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ ഫാസിൽ സാർ എനിക്ക് തന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എങ്ങനെയോ ഞാൻ ഫുൾ നൈറ്റ് ഞാൻ ഇരുന്ന് ഞാൻ ഫുൾ മഗ്ഗൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഡയലോഗ് ഞാൻ പറഞ്ഞു. അപ്പൊ ഫാസിൽ സാർ ഭയങ്കര ഹി വാസ് വെരി ഹാപ്പി. അപ്പോഴാണ് ഫാസിൽ സാർ ബിക്കോസ് ഈ ഡയലോഗ്സ് പറയുമ്പോഴേ അമ്മയായിരുന്നു എനിക്ക് മലയാളം അല്ല, ഷി ഡസന്റ് നോ ഹൗ ടു റൈറ്റ് മലയാളം. ഷി കൻ റീഡ് പക്ഷെ ഷി ഡസന്റ് നോ ഹൗ ടു റൈറ്റ്. അപ്പൊ ഫുൾ മംഗ്ലീഷിൽ എഴുതിയിട്ടാണ് അമ്മ എനിക്ക് തന്നത്. അപ്പോഴാണ് ഫാസിൽ സാർ പറഞ്ഞത് നിങ്ങൾ മലയാളീസ് അല്ലേ? അപ്പൊ അമ്മ പറഞ്ഞു ആണ് സർ, പക്ഷെ അങ്ങനെ മലയാളം എഴുതാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മംഗ്ലീഷില് ഡയലോഗ്സ് അമ്മയാണ് എനിക്ക് എഴുതി തന്നതും ഞാൻ അങ്ങനെ മഗ്ഗപ്പ് ചെയ്യുന്നതും പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നതും ഡെലിവറി ചെയ്യുന്നതും. പിന്നെ സോങ്ങിന്റെ ഇത് കാണുമ്പോൾ ഫാസിൽ സർ പറഞ്ഞു ഇല്ല ഈ ഒരു സാഡ് ഇവിടെ. ആൻഡ് ഫാസിൽ സാറിന്റെ വീട്ടിലായിരുന്നു ഓഡിഷൻ. സോ വാക്ക് ഫ്രം ദിസ് പില്ലർ ടു ദിസ് പില്ലർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ പ്രിയ ഭയങ്കര സാഡ് ആണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഹാപ്പിയാണ് സാഡ് ആണെന്ന് പറഞ്ഞിട്ട് ഫഹദും ഉണ്ടായിരുന്നു. അപ്പൊ സോ ഫഹദിന്റെ കൂടെ ഓഡിഷൻ ചെയ്ത് ഫാസിൽ സർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ദാറ്റ് സ്റ്റാർട്ടഡ് മൈ ജേർണി. അപ്പൊ ഞാൻ എന്റെ സെക്കൻഡ് PUCയിലായിരുന്നു. അതിന് മുമ്പ് ഞാൻ കുറെ മോഡലിംഗ് ചെന്നൈയിലും കേരളത്തിലും ഞാൻ കുറെ ഈ ജ്വല്ലറി ഷൂട്ട് സാരി ഷൂട്ട് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോ ക്യാമറ ഫേസിങ് എനിക്ക് അറിയാമായിരുന്നു. ലൈക്ക് ഓക്കെ ഇങ്ങനെ വേറെ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. സോ ചിലപ്പം ആ ഒരു കംഫർട്ട് എനിക്ക് തോന്നി ആ ടൈമില്. അപ്പോ ഫാസിൽ സർ അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഹി കോൾഡ് മീ ആൻഡ് ഹി സെഡ് ഇല്ല പ്രിയ എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് വേണം പടം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല സർ എനിക്ക് എന്റെ സെക്കൻഡ് PUC എക്സാംസ് ഉണ്ട്, ചെയ്യാണെങ്കിലും ഞാൻ എക്സാംസ് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ, ഇപ്പോ ഐ കാൺ ഡു സർ ഐ എം സോ സോറി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ആ പണം ഞാൻ ഒഴിവാക്കി ബിക്കോസ് ഓഫ് മൈ എക്സാംസ്. കട്ടു ഞാൻ തമിഴില് ചെന്നൈയില് ഞാൻ കുറെ ആഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഭാരതി രാജ സാറിന്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നു. So then started my journey with the Tamil industry. അങ്ങനെയാണ് പിന്നെ തുടങ്ങിയത്. പക്ഷെ അപ്പൊ അത് കോളേജിൽ പഠിക്കുന്ന സമയത്തും ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ആക്ടർ ആവണം അതങ്ങനെ വിചാരിച്ചിട്ടാണോ മോഡലിംഗിലേക്ക് വന്നത്? എനിക്ക് മോഡലിംഗിൽ മാത്രം ഇൻട്രസ്റ്റ് ആയിരുന്നു. ആക്ടിങ് എനിക്ക് അങ്ങനെ ബൈ ചാൻസ് വന്നതാണ്. ഓക്കെ. അപ്പൊ അതൊട്ടും നേരത്തെ മനസ്സിൽ ആയിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോ തന്നെ അതൊരു വെൽക്കമിങ് ആയിരുന്നു ആ ഒരു അപ്രോച്ച്? അപ്പൊ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് ഓഫ് കോഴ്സ്. ഭാരതി രാജ സാർ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ഡയറക്ടറിന്റെ കൂടെ അവരുടെ ഡയറക്ഷനിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് തിങ്. ബിക്കോസ് അവരുടെ സ്കൂൾ ത്രൂ ആയിട്ടാണ് നമുക്ക് ഇപ്പോ ഇരിക്കുന്ന രാധിക മാം, രാധ മാം, രേവതി മാം എല്ലാരും അവരുടെ സ്കൂളിൽ വന്ന ആക്ടേഴ്സ് ആണ്. അവർ മോൾഡ് ചെയ്ത ആക്ടേഴ്സ് ആണ് ഇവരൊക്കെ. അപ്പോ ആ ഭാരതി രാജ സർ എന്ന് പറയുമ്പോൾ എനിക്ക് ഐ ന്യൂ ഓഫ് ഹിം. പക്ഷെ എനിക്ക് ബിക്കോസ് ഞാൻ ജനിച്ച വളർന്നൊക്കെ ബാംഗ്ലൂരിലല്ലേ, സോ ഐ ഡിഡ്ന്റ് നോ ദ ഫേസ്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് അവർക്ക് ഭാരതി രാജ സർ ഭയങ്കര ഡയറക്ടറാണ്, ലെജൻഡറി ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നൈയിൽ പോയി ഭാരതി രാജ സർ കാണുന്നതും അവിടെ ഒരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ ചെയ്തു. ഫോട്ടോഷൂട്ട് രാവിലെ ചെയ്തു, വൈകുന്നേരം ആകുമ്പോൾ ഫോട്ടോസ് കണ്ടിട്ട് ഭാരതി രാജ സർ ഐ എം റെഡി എന്ന് പറഞ്ഞ് യു ആർ ദി ആക്ട്രസ്, യു ആർ ദി ക്യാരക്ടർ ഇൻ ദ ഫിലിം എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് ദ നെയിം വാസ് വിദ്യ ഓർ സംതിങ്. പ്രിയ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുന്ന് ബാംഗ്ലൂർ വന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ
and he spoke to my father also. I remember, like, sir, മകള് IQ, ഷീസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട്, ഷീസ് ഗോട്ട് ദാറ്റ് ക്യാമറ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും അച്ഛൻ കുറച്ചൊരു ഹെസിറ്റന്റ് ആയിരുന്നു. പക്ഷെ മൈ ഗ്രാൻഡ് മദർ, അതായത് അച്ഛൻ്റെ അമ്മയായിരുന്നു, ഷീ സെഡ് നോ, ഒരു ഷീസ് ഗോട്ട് ദാറ്റ് ക്യാമറ, ഷീസ് ഗോട്ട് എ ക്യാമറ ഫ്രണ്ട്ലി ഫേസ് ആൻഡ് ഒരു പ്രസൻസ് ഉണ്ട് സ്ക്രീനിൽ. പ്രിയ വരുമ്പോൾ ആ പ്രസൻസ് എനിക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് അമ്മൂമ്മ പെർമിഷൻ കൊടുത്തു. അമ്മൂമ്മ പെർമിഷൻ കൊടുത്തിട്ടാണ് അച്ഛൻ ഓക്കെ പറഞ്ഞത്. ഓക്കെ ശരി പ്രിയ, നീ ചെയ്യാന്നുള്ള രീതിയിൽ വന്നത്. പക്ഷെ അച്ഛൻ വാസ് വെരി ഫേം അറ്റ് ദാറ്റ് പോയിന്റ്, സെയിങ് ഒറ്റയ്ക്ക് ഞാൻ വിടില്ല, വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ വരും, ഇല്ലെങ്കിൽ അമ്മ വരും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അമ്മ കൂടെ വന്നത്. അമ്മൂമ്മ സ്റ്റിൽ ഇപ്പോഴും അമ്മൂമ്മ അപ്പം എന്റെ അമ്മയുടെ അമ്മ, ദാറ്റ് ഇസ് കമല കൈലാസ്നാഥൻ, പാസ്റ്റ് അവേ സ്കൂളിലിരിക്കുമ്പോൾ 1999 or something she passed away. Okay. My grandmother passed away, I think by about 8 or 9 or something, 2008 or 9. അപ്പൊ അവരുടെ അമ്മൂമ്മയ്ക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് മൂവി വന്നു കഴിഞ്ഞപ്പോ അമ്മൂമ്മയുടെ സന്തോഷം, ആ ഒരു എങ്ങനെയുണ്ടായിരുന്നു അമ്മൂമ്മയുടെ ആ ഒരു ഫീലൊക്കെ? ഒത്തിരി she's not a expressive person. She was not an expressive person. I think ചിലപ്പം ആ ഒരു ഇതായിരിക്കും അച്ഛനും അമ്മയ്ക്കും വന്ന ഒരു ആ ഒരു ക്വാളിറ്റി ആയിരിക്കും. ഞാനും അങ്ങനെ ഓവർ എക്സ്പ്രസ് ചെയ്യാത്ത, I think, I don't know. She was not very expressive, പക്ഷെ I'm sure she was very happy. പടം കണ്ടോ ഇല്ലയോ അതും എനിക്ക് ഓർമ്മയില്ല, because she was already quite old at that point in time. So I'm sure she was very happy about that. Okay. പക്ഷെ അപ്പം പ്രിയ വന്ന സമയത്താണെങ്കിലും ആ ഒരു ഏജിൽ വളരെ യങ് ആയിരുന്നു ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ വന്ന സമയത്തൊക്കെ പ്രിയ. പക്ഷെ ആ ഒരു സമയത്തായിക്കോട്ടെ ഏതൊരു ഏജ് ബാരിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ യങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നാൽ അങ്ങനെ, കുറച്ചും കൂടി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നാൽ അത്, ഇനി ഈവൻ ഒരു വില്ലേജ് ഗേൾ ആണെങ്കിൽ അങ്ങനെ, ഒരു മോഡേൺ ആയിട്ടുള്ള ഗേൾ വന്നാൽ അങ്ങനെ ഏത് കാറ്റഗറിയിലുള്ള ഏത് ഇതാണെങ്കിലും വളരെ ഈസി ആയിട്ടാണ് പ്രിയ ഹാൻഡിൽ ചെയ്തത്. ആൻഡ് യു പ്രൂവ്ഡ് ഇറ്റ് അല്ലേ? ഈവൻ ഇൻ മലയാളത്തിലാണെങ്കിലും ബാക്കി ലാംഗ്വേജസിലേക്ക് യു പ്രൂവ് ദാറ്റ്. അങ്ങനെ എല്ലാം എന്നെ കൊണ്ട് ആവും. ഒരു നല്ലൊരു ആക്ടറിന്റെ ആ ഒരു ക്വാളിറ്റിയാണ് അത്. അത് എങ്ങനെ പ്രിയക്ക് അങ്ങനെ പെട്ടെന്ന് അതിലേക്ക് അങ്ങനെ എത്താനൊക്കെ പറ്റി? അതൊക്കെ ഒരു ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഇല്ല, എനിക്കത്ര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയില്ല. And I think I was very fortunate that, okay, see, ഭാരതി രാജ സാറിന്റെ പടത്തില് മേക്കപ്പ് ഉണ്ടായിരുന്നു, ഹെയറും കോസ്റ്റ്യൂംസ്, ആ ക്യാരക്ടർ എങ്ങനെ വേണോ അങ്ങനെ അവർ ഡിസൈൻ ചെയ്ത് ലുക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി കട്ട് ടു നെക്സ്റ്റ് ഫിലിം ബാലു മഹേന്ദ്ര സാറുടെ ഒരു ജോലിക്കാരിയുടെ റോളായിരുന്നു, മേക്കപ്പ് ഇല്ലാണ്ട്. ബിക്കോസ് ബാലു സർ വാസ് വെരി പെർട്ടിക്കുലർ, എനിക്ക് ഒറ്റ മേക്കപ്പ് എനിക്ക് ഫേസിൽ വേണ്ട. അപ്പൊ ആ ടൈമിൽ എനിക്ക് മേക്കപ്പ് മാൻ ഇല്ലായിരുന്നു, അസിസ്റ്റന്റ് ഇല്ലായിരുന്നു, ഹെയർ സ്റ്റൈലിസ്റ്റ് ആരും ഇല്ലായിരുന്നു. സോ whoever was in the company അവർ തന്നെ എനിക്ക് മേക്കപ്പും ഹെയറും ചെയ്തതാണ്. ഒരു വെരി വെരി എൽഡർലി മേക്കപ്പ് മാൻ ആണ്, ഹു ഹാഡ് എ സ്കൂൾ അറ്റ് ദാറ്റ് ടൈം. എനിക്ക് പേര് മറന്നുപോയി, പക്ഷെ ഗോഡ് ബ്ലെസ് ഹിം. പുള്ളിക്കാരൻ, ഐം ഷുവർ ഹി മസ്റ്റ് ഹാവ് പാസ്ഡ് ഓൺ. പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ലൈക്ക് മേക്കപ്പ് എങ്ങനെയാണ്, ടെക്നീക്ക് എങ്ങനെയാണ്, ഇത് ഞാൻ ഈ ഒരു ടെക്നീക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇച്ചിരി മേക്കപ്പ് ഇരുന്നാലും ബാലു സാർക്ക്, ബിക്കോസ് അവരുടെ ലൈറ്റിങ്ങും ക്യാമറ ഫ്രെയിമിൽ അറിയാം മേക്കപ്പ്. സോ അവിടെ ഒരു ഐ തിങ്ക് വി ഡിഡ് എ ഫോട്ടോഷൂട്ട് ഫസ്റ്റ് ഓർ സംതിങ്. അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് കാജൽ ലൈനറൊക്കെ ഇട്ടിട്ട് ഞാൻ ബാലു സാറിന്റെ മുമ്പ് ഞാൻ ഇങ്ങനെ വന്നു. അപ്പോൾ ബാലു സാർ പറഞ്ഞു, എനിക്ക് ഇത് ഇഷ്ടമല്ല, എടുത്തോ, എനിക്ക് ഒന്നും വേണ്ട, യു ആർ പ്ലേയിങ് എ സെർവൻറ്റ് ഗേൾ. സോ ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ വീണ്ടും ദിസ് മേക്കപ്പ് മാൻ ഹി ഹെൽപ്ഡ് മീ. പുള്ളിക്കാരൻ കുറച്ച് ജസ്റ്റ് സ്ലൈറ്റ് ആയിട്ട് ആ കൺസീലർ മാത്രം കണ്ണിന്റെ താഴെ ഇങ്ങനെ ഇട്ട് ഈ സെഡ് പൊക്കിയോ, കുഴപ്പമില്ല. പിന്നെ സാർ കണ്ടിട്ട് ഈ സെഡ് ഇതാണ് എനിക്ക് വേണ്ടത്, യുവർ റോ സ്കിൻ ഇസ് വാട്ട് ഐ വോണ്ട് ടു സീ എന്ന് പറഞ്ഞിട്ടാണ് വാട്ട് യു സീ ഇസ് ദാറ്റ്. സോ ഐ തിങ്ക് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ്. എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. സോ ഒരു പടത്തിലെ മേക്കപ്പ് ഉണ്ട്, ഇനി ഒരു പടത്തിലെ മേക്കപ്പ് ഇല്ല. സോ എനിക്ക് ഭയങ്കര ഇത് മേക്കപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഉറങ്ങാലോ. I got more time to sleep. So ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു ആ ടൈമില്. പക്ഷെ now it's a part and parcel. ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരക്കഥയിൽ നമ്മുടെ ശ്രീവിദ്യ മാമിന്റെ ക്യാരക്ടർ ചെയ്തപ്പോഴും ആ ഒരു ഏജും ആ ഒരു ഇതൊക്കെ അതൊക്കെ നമ്മൾ അത് കൺസീവ് ചെയ്തതൊക്കെ അത് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ഏജിൽ ഒരു കുട്ടിയുടെ അടുത്ത് കഥ പറയുമ്പോൾ വാസ് ദാറ്റ് ഈസി ആയിരുന്നു അത് പെട്ടെന്ന്? No, it was not. ഞാൻ ആക്ച്വലി കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ രഞ്ജിത്ത് സാർ അടുത്ത് ചോദിച്ച ഫസ്റ്റ് ചോദ്യമായിരുന്നു, സർ ഇത്ര ഒരു ഹെവി ക്യാരക്ടർ എന്നെ കൊണ്ട് പറ്റുമോ സർ, വൈ ആർ യു ഗിവിംഗ് ദിസ് ടു മീ എന്ന് ഞാൻ പറഞ്ഞു. രഞ്ജിത്ത് സാറാണ് പറഞ്ഞത്, ഐ ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ യു പ്രിയ, അല്ലെങ്കിൽ ഐ വുഡ്ന്റ് ഹാവ് അപ്രോച്ച്ഡ് യു.
പ്രിയക്ക് ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്, എന്നെ ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ മീ ദാറ്റ് ഐ ക്യാൻ ഷോ യു ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ പോയത്. പിന്നെ ആ ഒരു ലുക്ക് വന്നു കഴിഞ്ഞിട്ടും വി വർക്ക്ഡ് ഓൺ ദ ബോഡി ലാംഗ്വേജ് ബിക്കോസ് ആക്ടർ മാളവിക ആൻഡ് ദ ക്യാൻസർ സ്ട്രിക്കൻ മാളവിക ബോഡി ലാംഗ്വേജ് വേറെ ആയിരിക്കണം. ദി ഓൺലി അൺഫോർച്ചുനേറ്റ് തിങ് ഇവൻ ടിൽ ടുഡേ എനിക്ക് അത് ഇപ്പോഴും ഐ സ്റ്റിൽ തിങ്ക് അബൌട്ട് ഇറ്റ് വാസ് ദി ഐബ്രോസ്. അത് ഭയങ്കര ഷേപ്പിൽ ഇതൊക്കെ ആയിരുന്നു, വിച്ച് വി ഷുഡന്റ് ഹാവ് ഡൺ ദാറ്റ്. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് ഫ്രം ഈവൻ ആർ സൈഡ് ഓൾസോ. പക്ഷെ വിച്ച് സെഡ് ഓക്കെ എന്തായാലും ഡൺ ഇറ്റ്, സോ മൈറ്റ് ആസ് വെൽ ജസ്റ്റ് ഗോ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ ആ ഒരു സാറും പറഞ്ഞു ആ ഒരു ഹെവിനെസ് വേണം നടക്കുമ്പോൾ, ചുമ്മാ ഇങ്ങനെ നടക്കാൻ പറ്റില്ല ബിക്കോസ് യു അണ്ടർഗോൺ സോ മച്ച് ഓഫ് കീമോ, മുടിയൊക്കെ പോയി. സോ ആ ഒരു ഹെവിനെസ് വേണം ദാറ്റ് യുനോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാട്ട് എവർ ഐ കുഡ് ഫിഗർ ഔട്ട്, whatever came to my mind at that time ഞാൻ ചെയ്തു. പക്ഷെ നന്നായിട്ട് അത് ചെയ്തു. ആ ക്യാരക്ടർ നമുക്കതങ്ങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയണത്. നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ആ ശരിക്കും ആ പെയിനിലൂടെ ഞങ്ങൾ കണ്ടോണ്ടിരുന്ന ആൾക്കാരും പോയി എന്നുള്ളതാണ്. ആൻഡ് അത് പ്രിയ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ആ ഒരു ഇത് അത് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗ്രൂമിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഞാൻ സിനിമയിലേക്ക് കയറുന്നു, ഇങ്ങനെ ഭാരതിരാജ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ വന്നു, ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരാളല്ലാത്ത ഒരാളായതുകൊണ്ട് ഓക്കെ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് കയറാണ്, സോ ഐ ഷുഡ് ഡു ദിസ് ഓർ ഐ ഷുഡ് പ്രാക്ടീസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രീ വർക്കോ അങ്ങനത്തെ സംതിങ് ഗ്രൂമിങ്? നത്തിങ്. ഞാൻ ഇപ്പോ ഇരിക്കുന്ന ആക്ട്രസസ് എങ്ങനെ അവര് ഡാൻസ് ക്ലാസ്സസ് പോവും, അവര് ആക്ടിങ് ക്ലാസ്സസ്, കോച്ചിങ്, വാട്ട് എവർ ക്ലാസ്സസ് ദേ ഗോയിങ് ഫോർ, ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് ദം ഫോർ ഡൂയിങ് ദാറ്റ്. ഐ എം സേയിങ് മേ ബി ആ ടൈമിൽ ഞാൻ പോയില്ല. ദ ആക്ടിങ് ക്ലാസ്സസ് ആൻഡ് ദ ഡാൻസ് ക്ലാസ്സസ് വർ ഓൾവേസ് ദേർ. എല്ലാരും ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ ഡോണ്ട് നോ സൗത്തിൽ അവർ പോയിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷെ ഐ ഹവ് ഹേർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ബോംബെയില് കുറെ പേര് ആക്ടിങ് ക്ലാസ്സസ് പോയിട്ടുണ്ടായിരിക്കും, ഇല്ലാന്ന് പറയുന്നില്ല. വെരി ഐ എം ഗ്ലാഡ്, ഐ എം വെരി ഹാപ്പി ദാറ്റ് ഓൾ ഓഫ് ദം ആർ ഇപ്പോ വരുന്ന ഹീറോസ് ആൻഡ് ഹീറോയിൻസ് they know what they're doing, they know the craft, they know എങ്ങനെയാണ് ക്യാമറ ആംഗിൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ how we should face. 2002 എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. സോ വാട്ട് എവർ ഐ ആം ടുഡേ ഇസ് ഓൾ ബിക്കോസ് ഓഫ് ഭാരതി രാജ സർ, ബാലു മഹേന്ദ്ര സർ, രഞ്ജിത്ത് സർ, വിനയൻ സർ, അമീർ സർ, എല്ലാ ഡയറക്ടേഴ്സ് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഇതാണ് വാട്ട് ഐ ആം ടുഡേ ഇസ് ഓൾ ബിക്കോസ് ഓഫ് ദം. പക്ഷെ എപ്പോഴെങ്കിലും തോന്നി ഓക്കെ ഐ ഷുഡ് ഗോ, ഞാൻ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആക്കാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ, ടു ബി വെരി ഓണസ്റ്റ്. ഐ എം നോട്ട് ട്രൈങ് ടു സൗണ്ട് വെരി പ്രൗഡ് ഓർ വെരി ഓവർ കോൺഫിഡൻറ്റ്. ഐ ഹാവ് നോട്ട് തോട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ നാളെ ഇപ്പൊ ഞാൻ ഒരു പടം ചെയ്യുന്നു, ഞാൻ സൈൻ ചെയ്തു ആൻഡ് ദേ സേ യു ഹാവ് ടു ഗോ ഫോർ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ബിക്കോസ് ഇഫ് ദാറ്റ് ഇസ് എ റിക്വയർമെന്റ് ഫ്രം ദെയർ സൈഡ് ആൻഡ് ദേ സേ ഇല്ല പ്രിയ പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഓക്കെ. ബട്ട് വൺ തിങ് ഇസ് ഐ ആം ഫോർച്ചുനേറ്റ് ദാറ്റ് ഇതുവരെ ഞാൻ ചെയ്ത പടങ്ങളും ചെയ്യുന്ന പടങ്ങളിലും ആരും ചോദിച്ചിട്ടില്ല. ദേ ഹാവ് നോട്ട് സെഡ് ഡു ദ ഹോംവർക്ക്. പക്ഷെ അവർ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഐ എം ലൈക്ക് ദാറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് വർക്ക് ഇത് നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഹിന്ദിയൊക്കെ ഒരുപാട് മൂവീസ്, ഒരുപാട് ഇൻഡസ്ട്രിയിലെ പല പല നാട്ടിൽ പല പല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തു, പല കൾച്ചർ മനസ്സിലാക്കി പലരുമായിട്ട്. അപ്പം ആ ഒരു പലയിടത്തൂടെയും ട്രാവൽ ചെയ്തതിൽ നിന്നും എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പ്രിയനെ? ഇപ്പോൾ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഹാസ് ഗിവൻ മീ എ മോർ I've opened my eyes a little more to the industry. ഓരോരോ ആക്ടർ ഓരോരോ co-starന്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ you can understand that what they have also been through, what you have also been through, what your journey was all about. ഈ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ഈ നേരിന്റെ ഷൂട്ടിങ്ങിൽ ഞാൻ സിദ്ദിഖ് സർ is also there, he's playing my father. അപ്പോൾ സിദ്ദിഖ് സാറിന്റെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ സിദ്ദിഖ് സാർ പറയായിരുന്നു ഒരു ടൈമിൽ റീൽസ് വി ഹാഡ് the reel. It was not digital as it is now. Chip alla. We had the reel. So I was also part of the cinema where we had reels. Okay. You know cinema. Ade thodingiya samayathu. Yeah. So we know the value of oro take etra, because we can't waste the reel. കുറവുള്ള റീൽസിൽ ചിലപ്പോൾ നമ്മൾ അബ്രോഡ് പോയി ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. So I have seen the difficulties what a lot the crew members have faced, because reels they've said illa enough, it's not, we've not got enough reels, we need more എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, and I've also been a part of it. So I know each and every value of
you know, a take, or the reel, what importance the reel has given us. I think ipo, again, I'm not trying to sound overconfident, but I think we are slightly taking the cinema today for granted because ആ ഡിജിറ്റൽ അല്ലേ, കുഴപ്പമില്ല, ചിപ്പല്ലേ, ഇതില്ലെങ്കിൽ വേറൊരു ചിപ്പ് വരുമല്ലോ, കുഴപ്പമില്ല എന്ന്. I somewhere feel there is a chance that some people might take advantage. I'm not saying it's wrong or right, പക്ഷെ I'm saying we know the balance. ഇതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. So see how much the cinema has transitioned from what was to what is. I feel it's a lot easier now. So that sort of the experiences idokke, when we listen to it, we're like, oh my god, okay, our time the experiences ippozhum it's so easy. And our time la njanku caravans onnum undayirunilla irunnu, പക്ഷെ we were not privy to having caravans. ഞങ്ങൾ പല ആൾക്കാരുടെ, ഇൻഫാക്ട് അപ് ടിൽ ദ ലേറ്റസ്റ്റിൽ പരുത്തി വീരൻ, പല ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഉടുപ്പൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ സെറ്റിലൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു ക്ലോത്ത് അമ്മ പിടിച്ചിട്ട് ഐ ഹവ് ചേഞ്ച്ഡ് ഇൻസൈഡ്. സോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഡ്രോപ്പ് ഓഫ് ദ ഹാറ്റ് യു കെൻ ജസ്റ്റ് ഇല്ലല്ലേ ഐ വോണ്ട് ഗോ ടു ദ കാരവാൻ എന്ന് പറയാൻ യു ക്യാൻ. സോ സീ ഇൻ എ വേ ദ times have changed so much. Yes. So all I'm just saying is to the newcomers, just value each and every little aspect. Please respect, please value, don't take it for granted. അപ്പോൾ ഈ ഒരു ചേഞ്ച് പ്രിയക്ക് അത് വളരെ നല്ലൊരു ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടോ? How do you feel that? No, it is for the good, for sure. That's what I'm saying. നല്ലെന്നാണ്, പക്ഷെ don't take it for granted. Okay. That's my only wish and my request to the upcoming actors. Don't take anything for granted. എന്തായാലും even if you are getting, yes it is free or it is free nalla, it is a lot more easier now, പക്ഷെ respect it and value it. Only then you will know what it is all about. അതെ, ശരിക്കും പറയാം, നമ്മൾ കഷ്ടപ്പാട് അറിഞ്ഞു വന്ന ആൾക്കാർക്ക് അതിന്റെ എല്ലാത്തിന്റെ വാല്യൂ ഉണ്ടാവും. മറ്റേതെല്ലാം ഈസി ആയിട്ട് ഇപ്പത്തെ ജനറേഷൻ കിഡ്സിനും സെയിം തിങ് ആണല്ലോ. ദേ ഗെറ്റ് എല്ലാ കാര്യങ്ങളും very easy ആണ് എല്ലാം. It's just one step away. Yeah. അപ്പൊ ഒന്നിനോടും ഒരു വാല്യൂ അവർക്ക് തോന്നില്ല. ദാറ്റ്സ് എ വെരി, ആ ഒരു ഇത്രയും ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസിൽ നിന്നാണ് പ്രിയക്ക് അങ്ങനെ ആ ഒരു ഇത് പറയാൻ പറ്റിയത് അല്ലേ. അപ്പൊ ഇങ്ങനെ ആ ഒരു ഇതിൽ തന്നെ പലതരത്തിലുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇത്രയും ആൾക്കാരുടെ സംസാരിക്കുമ്പോഴും പഴകുമ്പോഴും ഒക്കെ നമ്മൾക്ക് നമ്മുടെ ക്യാരക്ടറിലും ഒരുപാട് പ്രിയയുടെ ആ ഒരു ഏജ് ആയിരുന്നു കറക്റ്റ്, മെച്യോറിറ്റി നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഒരു ഏജ് ആണ്. അപ്പം എങ്ങനെ തോന്നിയിട്ടുണ്ട് എന്റെ ക്യാരക്ടറിൽ എനിക്ക് കുറെ മാറാൻ പറ്റി ബിക്കോസ് ഓഫ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ട്, അങ്ങനെ എന്തെങ്കിലും? പിന്നെ സി മോർ സോ ഐ തിങ്ക് ഒരു ഇതിൽ ഇൻഡസ്ട്രി വി ആർ ബ്ലെസ്ഡ് ദാറ്റ് വി മീറ്റ് സോ മെനി പീപ്പിൾ ഫ്രം സോ മെനി ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് അല്ലേ. എക്സാക്ട്ലി. സോ അവർ ഓരോരോ കാര്യം പറയുമ്പോൾ ഇറ്റ് മേ നോട്ട് ബി റിലേറ്റഡ് ടു ദി ഇൻഡസ്ട്രി, പക്ഷെ വെൻ യു മീറ്റ് സോ മെനി പീപ്പിൾ അവരുടെ ലൈഫിന്റെ കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ വി ആർ സോ ഫോർച്ചുനേറ്റ് ദാറ്റ് ചിലപ്പം വി ഇൻകോർപ്പറേറ്റ് ദാറ്റ് in our characters, or we can incorporate that in an specific action or something alle. ഏതെങ്കിലും ഒരു അമ്മുമ്മയുടെ ഒരു some body language or some reaction, it will just hit you in a nice way. So like, oh okay, naale idu cheyumbo namukku idu cheydalo, you know, and it will work out also. Some will work, some will not work, but you can't do that. So I think we're very fortunate that kore veru njangal ingane we keep meeting so many people with different walks of life, that അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുമ്പോൾ വി കൻ ഇൻകോർപ്പറേറ്റ് ദാറ്റ് ഇൻ our cinema. അത് നമ്മുടെ ക്യാരക്ടേഴ്സിലേക്ക് അങ്ങനെ ചെയ്തു. അല്ലാതെ പേഴ്സണൽ ലൈഫ് ഓൾസോ ഐ തിങ്ക് അങ്ങനെ എക്സ്പീരിയൻസ് വെദർ ഇറ്റ് ഹാസ് ഓപ്പൺഡ് മൈ ഐസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഐ കൻ സേ ദാറ്റ് വെൻ യു മീറ്റ് ദി ഫെലോ ആക്ടേഴ്സ് യു ഗെറ്റ് ടു ലേൺ എ ലോട്ട്. ഇപ്പോൾ അവരെങ്ങനെയാണ് ക്യാമറയുടെ മുമ്പിൽ, അവരെങ്ങനെയാണ് you know, how they approach the scene, because enike for me it's a give and take. I'm sure it is as is for everybody. So ഒരു particular situationൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു or അവരെങ്ങനെ ആക്ട് ചെയ്യുന്നു, you react accordingly. So ചിലപ്പം കുറേ, that's why we say, you know, lot of actors like Manoj Bajpayee sir, അവരൊക്കെ കുറേ ഇംപ്രവൈസ് ചെയ്യുന്ന ആളാണ്. He's an actor who improvises a lot. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ okay, you know what the script is. പക്ഷെ ചിലപ്പം മനോജ് സർ വന്നിട്ട് he goes off script sometimes. അപ്പോൾ when he goes, you always have to be clever. You need to understand when he is going off script,
or when he's improvising a line, you always have to be on your toes. So you have to be alert also. Eppadumalla. You have to always be alert. Because you never know what will happen when. അത് ചിലപ്പം പേഴ്സണൽ ഇതായിരിക്കാം, പ്രൊഫഷണൽ ഇതായിരിക്കാം. ജസ്റ്റ് ഓൾവേസ് ബി അലേർട്ട്, ജസ്റ്റ് ബി ഓൺ ദ ലുക്ക് ഔട്ട്. ബിക്കോസ് ഇനീഷ്യലി ഐ ഫെൽറ്റ് ദാറ്റ് ബിക്കോസ് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ചിലപ്പം ഐ മൈറ്റ് ഹാവ് ടേക്കൺ ദി ഇൻഡസ്ട്രി ഫോർ ഗ്രാൻഡ്, ലൈക്ക് ഒന്നും നടക്കില്ല, കുഴപ്പമില്ല. ഐ ഡോണ്ട് മീൻ പേഴ്സണലി, ഐ മീൻ ലൈക്ക് കുഴപ്പമില്ല, ഈ സീനല്ലേ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, അത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ലൈൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ then I realized that no, because you're in this line, you're in this field. നമ്മൾ എന്ത് ചെയ്താലും നാളെ it will come out on screen. You cannot afford to be lazy. You cannot afford to take things for granted. അത് സെൽഫ് റിയലൈസ് ചെയ്തതാണ്. And I think I realized it post Parithiveeran. That I should I realized slightly post, you can say, Balu Mahendra sirinte padam 2004 കഴിഞ്ഞിട്ടാണ് I realized, because first എൻ്റെ ഫസ്റ്റ് ഫിലിം കൺഗ്ലാൽ കഴിച്ച ഭാരതി രാജ സാറിന്റെ പടം, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ആക്ടിങ് സ്കൂളിലൊന്നും പോയിട്ടില്ല. സോ എൻ്റെ ആക്ടിങ് സ്കൂളിൽ എല്ലാം ഭാരതി രാജ സർ, ബാലു മഹേന്ദ്ര സർ അവരെല്ലാം പഠിപ്പിച്ച് തന്നതാണ് എൻ്റെ ആക്ടിങ് സ്കൂൾ. സോ എനിക്കൊരു ആ ടൈമിൽ 2002 എനിക്കൊരു പെയ്ഡ് ഹോളിഡേ പോലെ ആയിരുന്നു. ഗോ ടു സ്വിറ്റ്സർലൻഡ്, ഗോ ടു ശ്രീലങ്ക, ഊട്ടി, ഗോ ഷൂട്ട്. എനിക്കങ്ങനെ I took it for granted. Then I figured, see, everybody did work very hard. ഇല്ലാന്ന് പറയുന്നില്ല. And I respect each and every person equally. ബാലു മഹേന്ദ്ര സാറിന്റെ പടത്തിലാണ് it took me an extra step to say, oh, okay, you know what, I should not take this for granted. ഭാരതി രാജ സാറിന്റെ പടത്തിലും I used to get up at 3:30 in the morning. ഇപ്പോഴും എനിക്ക് ഏർലി കോൾ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും I get up at the 2 hours before the required time. എൻ്റെ സ്റ്റാഫ് വരും, മേക്കപ്പ് ഹെയർ ഒക്കെ ചെയ്തിട്ടാണ് we go, and we there on time. And I learned to respect the value of time. അപ്പോഴും ഉണ്ടായിരുന്നു. And I think it's all because of my parents. ഇപ്പോ ഷോർട്ട് 9 o'clock എന്ന് പറഞ്ഞാൽ 8:45 or 8:50 I'm on set. And it's all thanks to my parents. Because അവർ എപ്പോഴും പറയും, I've had people who say, 9 അല്ലേ കുഴപ്പമില്ല, നമ്മൾ 9:30 പോയാലും കുഴപ്പമില്ല. I'm like, no, I want to go early. You take my shot late, അതെനിക്ക് കുഴപ്പമില്ല, പക്ഷെ let me know. ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, respect everybody's time. If you respect somebody's time, you will be respected the same way. Very true. And if they say 9 o'clock is your call time or 12 o'clock, whatever time, I'm just giving ഒരു exaggerated time ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 9 മണിയാണ് കോൾ ഷീറ്റ്, 9 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ, there is nothing wrong if you reach at 8:30. There is nothing wrong if you reach at 8:45. Yes, there is something wrong if you reach at 9:30, but inform. You know, say that, sir, illa njan korchu late ആയി പോയി, I'm traffic la stuck aanu, I'll reach by 9:30. So this is the value that has been taught to me, and I'm still touch wood, I'm still continuing that. Late aanengil I'll inform, like, sir, korchu ഒരു half an hour ഞാൻ ലേറ്റ് ആയിട്ട് വരും, കുഴപ്പമില്ല. So if you want to plan something, plan accordingly. വന്നു കഴിഞ്ഞിട്ട് we can go accordingly. So they know. So നിങ്ങൾ അവരുടെ ടൈം റെസ്പെക്ട് ചെയ്താൽ they will respect your time. So that's also the one thing that I have learned. അതും അത് ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇത് തന്നെയാണ്. ഇപ്പൊ അത് എത്രയോ പേര് ഇപ്പൊ നമ്മളാണെങ്കിലും കാണുന്നുണ്ട്. ഓരോരുത്തരും പറയും, അവരൊക്കെ ഈവൻ ഒരു ടീം ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും they don't even respect. 9 എന്ന് പറഞ്ഞ ഈ പറഞ്ഞാൽ 10, 10:30, 10, 11 വന്നിട്ടും അവർ കൂളായിട്ടിരിക്കും. അവർക്ക് ആ ടൈമിന്റെ വാല്യൂ അറിയുന്നില്ലാതെ എത്രയോ പേര് അതിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അത് റെസ്പെക്ട് ചെയ്യാത്ത ഒരുപാട് പേര് സ്റ്റിൽ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോ തന്നെ അവര് they should realize it. I hope they do. I'm just saying that again, see, it's a give and take policy. Like, if you respect somebody, you will get the same amount of respect. Very simple. Okay. ഇനിയിപ്പോ ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴും ഈ പൊതുവെ നമ്മൾ പറയും ഓരോ ഇൻഡസ്ട്രിക്കും, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഫിലിം ആയിക്കോട്ടെ, ഏതൊരു മേഖല എടുത്താലും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഈ ഇൻഡസ്ട്രിക്കും ഉണ്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്വഭാവം. പ്രിയക്ക് ഒരു രീതിയിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇൻഡസ്ട്രിയിൽ ഈ ഒരു സംഭവം എനിക്ക് ഇത്ര ഇയേഴ്സ് ആയിട്ടും ഇത് മാറിയിട്ടില്ലേ, ഇതെന്തുകൊണ്ട് മാറുന്നില്ല, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ? ഇല്ല. ഓക്കെ. That's why I'm saying, because I respected and I still respect everybody equally, I get the same respect. So in that way we are, and we've already starting thotte I set my boundaries. Okay sir, idana you want me at this time, I will come.
ഒരു പക്ഷേ ലേറ്റ് ആണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ദാറ്റ് യു ടേക്കിംഗ് മൈ ഷോട്ട് ഓൺലി ബൈ 10:30 or 11 o'clock. ആ ടൈമിൽ ഞാൻ വന്നോളാം, കുഴപ്പമില്ല. വെറുതെ ഇവിടെ വന്ന് പിന്നെ ഒരു 2 hours വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടയേർഡ് ആവും, എല്ലാം ഫേസിൽ ഇത് അറിയാം. സോ ഫ്രഷ് ആയിരിക്കുമ്പോൾ അപ്പോൾ എടുത്താൽ നിങ്ങൾക്കും ബെറ്റർ, ഞങ്ങൾക്കും ബെറ്റർ, എല്ലാവർക്കും ഇതാണ്. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ദാറ്റ് വാസ് ദെയർ റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട്. സോ ആ ഇതിപ്പോഴും വി ആർ മെയിൻറ്റെയിനിങ്. ഓക്കെ. ഇനി അതല്ലാതെ ഇൻഡസ്ട്രി തന്നെ അല്ലാതെ ആണെങ്കിലും ഒരു പേഴ്സണെ കാണുമ്പം ഒരു രീതിയിലും ഒരു വ്യക്തിയിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു കാര്യം അങ്ങനെയുണ്ടോ? എനിക്ക് ഒരു രീതിയിലും സെറ്റ് ആവൂല ഈ ഒരു ടൈപ്പ് ഒരാൾ വന്നാൽ, ഐ മീൻ ഈ ഒരു ക്യാരക്ടർ ഒരാളിലെ. ഇതുവരെ അങ്ങനെ എനിക്കൊന്നും ഫീൽ ആയിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവോ ഇല്ലയോ അതെനിക്കറിയില്ല. ഐ എം പെർട്ടിക്കുലർ ടു സംതിങ്, അതിൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഐ എം വെരി പെർട്ടിക്കുലർ when it comes to time. ഓക്കെ. സോ യു ആർ ഓൾവേസ് പങ്ക്ച്വൽ എല്ലാത്തിലും. വെരി പങ്ക്ച്വൽ, വെരി. സോ ആ ഒരു ഇത് എനിക്ക് അങ്ങനെ ലേറ്റ് ആയാൽ അതെനിക്ക് ചിലപ്പം it hits me sometimes. ഓക്കെ. ഇനി നമുക്ക് സിനിമ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇതിലേക്ക് വരാം. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഇപ്പൊ ഒരെണ്ണം ചെയ്യുന്നുണ്ട് അല്ലേ? അതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണോ ഇപ്പോ? എന്തെങ്കിലും റിവീൽ ചെയ്യാൻ പറ്റുമോ? ആരുടെ കൂടെ ചെയ്യുന്നു, എന്താ ചെയ്യുന്നത്, അതെങ്കിലും പറയാൻ പറ്റും? അത് പറയാൻ പറ്റും, അത് മതി. So I'm working on this movie called നേര്, മലയാളം മൂവി. നേര്. Okay. With direction Jittu Joseph sir ആണ്, and it's with Mohanlal sir as the hero. സിദ്ദിഖ് sir ഉണ്ട്, ഞാനുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയാണോ അതിന്റെ ഷൂട്ടും? ട്രിവാൻഡ്രത്തിലായിരുന്നു ഷൂട്ടിംഗ്. ആസ് ഫാർ ആസ് ഐ നോ, അവർ വേറെ ഇതിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതെനിക്കറിയില്ല. പക്ഷെ എന്റെ ഷൂട്ടിംഗ് എല്ലാം ട്രിവാൻഡ്രത്തിലായിരുന്നു. ആൻഡ് ഇതൊരു കോർട്ട് റൂം ഡ്രാമ ആണ്. ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രിയ ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്, അങ്ങനെ എന്തെങ്കിലും? ഇതിലേക്ക് കൂടുതലല്ല, ഒബ്വിയസ്ലി ഐ എം പ്ലേയിങ് എ ലോയർ. ക്യാരക്ടറിന്റെ പേര് പൂർണിമ ആണ്. അത്രയും മതി, ഇനി കൂടുതലൊന്നും വേണ്ട, പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റി അപ്പൊ ഇങ്ങനെ ഒരു ബ്രേക്ക് വന്ന നമ്മുടെ മലയാളം മൂവിന്ന് ഇവിടുന്ന്? അത് വിളിക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ പ്രിയ വേണ്ടെന്ന് വെച്ചിട്ടാണോ, വേണം വെച്ചിട്ടെടുത്ത ഒരു ബ്രേക്ക് ആണോ? എവിടെ പോയിരുന്നു, എന്ത് പറ്റിയിട്ടാണ്? എനിക്ക് മലയാളത്തിലായിട്ട് അങ്ങനെ ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. Because Malayalam has given me some wonderful films, shaped my career so beautifully. എല്ലാം തന്നെ അങ്ങനത്തെ തന്നെയായിരുന്നു, എല്ലാ മൂവീസ് അങ്ങനെ ആയിരുന്നു, ഓഫ് കോഴ്സ്. പക്ഷേ എന്റെ ലാസ്റ്റ് വാസ്, ആസ് ഐ സെഡ്, ആഷിക് വന്ന ദിവസം, which was in 2017. അത് കഴിഞ്ഞിട്ട് ടു ബി എക്സ്ട്രീംലി ഓണസ്റ്റ് കുറെ ഫിലിംസ് ഓഫേഴ്സ് വന്നു, പക്ഷെ ഐ വാസ് നോട്ട് വെരി കൺവിൻസ്ഡ് വിത്ത് ദ റോൾ. സോ അതിനു വേണ്ടി ആയിരിക്കാം ഞാൻ ചെയ്യാത്ത. ആൻഡ് ബട്ട് നൗ ഐ എം ബാക്ക് ആൻഡ് ഐ എം ഹോപ്പിംഗ് ടു സ്റ്റേ ഓൺ. വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഇപ്പം നേരത്തെ പറഞ്ഞു, ഞാൻ ഇത്ര ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. നമ്മുടെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും അന്ധകാലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നു, എല്ലാം അറിയുന്നു. അതേപോലെ തന്നെ ഇൻഡസ്ട്രി ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വന്നപ്പം ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, പൊതുവെ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ യു ക്യാൻ ഫീൽ അല്ലേ? ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ടേക്ക് എടുക്കുന്ന രീതിയിലും സ്ക്രിപ്റ്റ് പോകുന്ന രീതിയിലും അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു പൊതുവെ ഇപ്പം എന്താ പറഞ്ഞാൽ ന്യൂജൻ, ഇപ്പം എല്ലാവരും പറയുന്ന ഒരു വാക്കാണല്ലോ ന്യൂജൻ, ഇതാണ് ഇപ്പോഴത്തെ. അത് കുറേം കൂടെ ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ആ ഒരു ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ഈസി ആയിരുന്നോ? You have to move along with the time, no? However it flows, move along with the tide, alle. Go along with it. If you try to fight it, you will be pulled under. Alle. So just go along with it. അത്രേ ഉള്ളൂ. പക്ഷേ if you ask me about നേര് specifically, working style ഒക്കെ സെയിം ആണ്. പക്ഷെ ചിലപ്പം ഞാൻ എന്റെ ഡേറ്റ്സിന്റെ കാരണമായിരിക്കാം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത്. ബിക്കോസ് വി ഹാഡ് ടു ഫിനിഷ് എ പെർട്ടിക്കുലർ സീക്വൻസ് ക്വൈറ്റ് ഫാസ്റ്റ് ഇൻ ദ ഗിവൻ ടൈം. അത് പക്ഷെ ഓൺ ടൈം ഫിനിഷ് ചെയ്തു, എല്ലാം ഓക്കെ ആയിരുന്നു, നോ പ്രോബ്ലം. ആക്ടിംഗ് വേയിലാണെങ്കിലും ഇപ്പൊ ഒട്ടും തന്നെ ഡ്രാമാറ്റിക് അല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസോ എങ്ങനെയായിരുന്നു? ദാറ്റ് വാസ് ഓൾവേസ് ദേർ, നോ? അല്ലേ? കുറച്ച് ഡ്രാമാറ്റിക് എന്ന് പറയാം, അത് ഒരു ചില മൂവീസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ മിക്കവാറും എല്ലാം ഭയങ്കര റിയലിസ്റ്റിക്, ഭയങ്കര നാച്ചുറൽ, റോ ഒരു ഫീലാണ്. സോ ദാറ്റ്സ് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇതിലും അങ്ങനെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇടയില് കുറെ സിനിമയിലിടയിൽ നമ്മൾ പിന്നെ പ്രിയനെ കണ്ടത് D4 ഡാൻസിൽ, ഒരു സാറ്റലൈറ്റ് ചാനലിൽ ജഡ്ജ് ചെയ്യാനായിട്ട്. അപ്പം വന്നിരുന്നു, പ്രിയ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്തു കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കഴിച്ചു ഭയങ്കര ബോൾഡാണ്. അങ്ങനെ ഒരു ഇതായിരുന്നു നമുക്ക്. കാരണം ജഡ്ജ്മെന്റ് ഓൾവേസ് നമ്മൾ കുറച്ചും കൂടെ ഷാർപ്പാണ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യണല്ലോ. പക്ഷെ ഇന്നിപ്പത്തെ നമ്മളെ ഓരോ റിയാലിറ്റി ഷോസിലും ജഡ്ജസ് ഒക്കെ മക്കാളി ചിരി ബഹളം ഇങ്ങനെ കമന്റും അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് യു ആർ നോട്ട് ലൈക്ക് ദാറ്റ്. കറക്റ്റ് ആയിട്ടായിരുന്നു ജഡ്ജ് ആയിരുന്നു. പക്ഷെ എന്നാലും
പ്രിയയുടെ ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ കറക്റ്റ് സീരിയസ് ആയിരുന്നു ആ ചെയ്യുന്നതിൽ കറക്റ്റ്. ഐ മീൻ അങ്ങനെ ഒരു കളിച്ചിരി ആയിട്ടല്ല എടുത്തത്. ഐ ഫെൽറ്റ് ലൈക്ക് അത് ശരിക്കും സീരിയസ് ആയിട്ട്. ബാക്കി കളിയും ചിരിയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ജഡ്ജ്മെന്റിലേക്ക് വന്നപ്പോഴത്തേക്ക് യു ആർ വെരി ഷാർപ്പ്, എല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങനെ. അപ്പൊ എന്താ തോന്നും അത് ആ ഒരു ഫീലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ജഡ്ജായിട്ട് പോയിരുന്നപ്പോഴും? ആക്ച്വലി ഡീഫോ ഡാൻസ് ആയിരുന്നു എന്റെ ഫസ്റ്റ് ടൈം ഞാനൊരു ജഡ്ജിന്റെ സീറ്റിൽ ഞാൻ ഇരുന്ന ഒരു ഡാൻസ്. ബിക്കോസ് എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അത് പ്രസന്ന മാസ്റ്റർ എന്റെ ഹീസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് വൺ ഓഫ് മൈ ഫസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദി ഇൻഡസ്ട്രി. സോ പ്രസന്ന ആയിരുന്നു എന്നെ റെക്കമെൻഡ് ചെയ്തത് ടു ബി വൺ ഓഫ് ദ ജഡ്ജസ്. സോ അതും ആസ് ഐ സൈഡ് എനിക്കൊരു ഹോളിഡേ പോലെ ആയിരുന്നു. ഒരു സൈഡില് ദാറ്റ് പ്രസന്ന ഉണ്ടല്ലോ, കുഴപ്പമില്ല, ഇസ് മൈ ഫ്രണ്ട്, മൈ ബഡി. സോ നമ്മൾ ഇരുന്ന് ജഡ്ജ് ചെയ്യണം, നന്നായിട്ടുണ്ട് നന്നായിട്ടില്ല എന്ന് പറയണം, അത്രേ ഉള്ളൂ അല്ലേ എന്ന് ഞാൻ അപ്പൊ വിചാരിച്ചതാണ്. അത് മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ഷെ ദ മൊമെന്റ് ഐ കെയിം ഓൺ ദ സെറ്റ് ആൻഡ് ദ ടാലന്റ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഈശ്വര ഇതൊക്കെ ഞാൻ ജഡ്ജ് ചെയ്യണോ? എന്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പം എനിക്ക് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കുറെ സ്റ്റൈൽസും കുറെ ഫോംസ് ഇതൊക്കെ അവർ ചെയ്യുന്നത് സോ ബ്യൂട്ടിഫുൾ. Then I said, okay, this is a serious matter and you need to be ഇപ്പോൾ നമ്മൾ പറയുന്ന ഇത് ചിലപ്പം ഓക്കെ, ബിക്കോസ് വി ഹാഡ് 2 choreographers with us. അവരുടെ കാലം എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സേയിങ് മാക്സിമം ഐ ക്യാൻ സേ ഓക്കെ നന്നായിരുന്നു. ആൻഡ് ഞാൻ എങ്ങനെ ഐ വുഡ് ഗിവ്, I would, if you see my judgment throughout, not only മലയാളം, അപ്പോൾ ഞാൻ എല്ലാ 4 ലാംഗ്വേജിലും ഞാൻ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് ഇത് നന്നായിട്ടുണ്ട് നന്നായിട്ടില്ല എന്ന് പറയുന്ന ആളല്ല. ഞാൻ ചിലപ്പോൾ അവരുടെ അടുത്ത് ഓഫ് ക്യാമറ ഞാൻ പറയും, സി ഈ ഒരു പോർഷൻ ഇത് നന്നായിരുന്നില്ല, ഇത് നമുക്ക് ഇതിങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഓർ ഞാൻ കുറെ റെഫറൻസ് ഇത് ഞാൻ അയക്കും അവരുടെ അടുത്ത്. ഇപ്പോൾ അവരെ കുറെ പേര് എന്നെ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്, പറയും മാം ഇങ്ങനെ ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ ചിലപ്പം പറയും, ഇഫ് ഇറ്റ് ആസ് എൻ ഓഡിയൻസ് ഇഫ് ഇറ്റ് ഹിറ്റ്സ് യു ഇറ്റ് വിൽ ഹിറ്റ് ദ വ്യൂവേഴ്സ്. നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും ചിലപ്പം ഓഡിയൻസ് റിയാക്ട് ചെയ്യുന്നത്, ഓർ ചിലപ്പം ചെയ്യില്ല, ദേ മേ നോട്ട് ലൈക്ക് ഇറ്റ് ഓർ വാട്ട് എവർ. പക്ഷെ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഇപ്പോൾ എൻ്റെ സജഷൻസും ഓൺ ക്യാമറ ഇങ്ങനെ തന്നെ ആയിരിക്കും, നന്നായിട്ടുണ്ട്. പക്ഷെ ഐ ഫീൽ ദാറ്റ് ഈ ഒരു എലിമെന്റ് ആഡ് ചെയ്തിരുന്നാൽ ഇന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ഐ ഓൾവേസ് വാണ്ട് ടു സീ ദ ബെറ്റർമെന്റ് ഓഫ് ദി കണ്ടസ്റ്റൻസ്. ബിക്കോസ് അവർ നന്നായാൽ ഇറ്റ്സ് ബെറ്റർ ഫോർ ദം അല്ലേ. സോ അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ ഓഫ് അറ്റാക്ക്, ടു സേ ദാറ്റ് you could have done this better. Suggestions for the better. Okay. പാട്ടുമായിട്ട് ഇപ്പം വീട്ടിലിപ്പം നോക്കിക്കഴിഞ്ഞാല് മുത്തശ്ശി ആരോ ഒരാള് മുത്തശ്ശിയാണ് അല്ലെ, അച്ഛന്റെ അമ്മയാണോ? അമ്മയുടെ അമ്മ നല്ല ഒരു ഗായിക അല്ലേ. അപ്പൊ അങ്ങനെ വന്നു. പക്ഷെ പ്രിയക്കും പാട്ടും തമ്മിലുള്ള ബന്ധവും എങ്ങനെയാണ്? ഇല്ല, ഞാൻ സിംഗിങ് ക്ലാസ്സിൽ ഞാൻ പോയി. ബിക്കോസ് മുത്തശ്ശി അവിടെ ഇല്ല പോയേ പറ്റൂ, ബിക്കോസ് കമല കൈലാസ്നാഥന്റെ ആ ഒരു പേര് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഷി സെഡ് ക്ലാസ്സസ് പോണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെരി ഡിഫിക്കൽട്ടി ഞാൻ ബാംഗ്ലൂരിൽ പോയി. പക്ഷെ അത് 4 ക്ലാസ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് സെറ്റ് ആവൂല എന്ന് മനസ്സിലായി. അങ്ങനെ പാട്ടായിട്ട് വേണ്ട വെച്ചു. പക്ഷെ ഡാൻസുമായിട്ട് എപ്പോഴും ഒരു നല്ല ഒരു ഇത് തന്നെയാണ് അല്ലേ. സ്റ്റിൽ അങ്ങനെ ചുമ്മാ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ ആണല്ലേ, വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ. ഓക്കെ. അപ്പൊ എപ്പോഴും ഫാസ്റ്റ് നമ്പർ അങ്ങനത്തെ ഡാൻസ് തന്നെയാണ്? ഡിപെൻഡ്സ് ഓൺ ദ മൂഡ്. എന്ത് പാട്ട് കേട്ടാലും ഡാൻസ് വരും, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും കാണാനല്ലോ. ഓക്കെ. അതെ. അപ്പൊ അങ്ങനെ ജഡ്ജ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് തിരിച്ച് മൂവിയിലേക്ക് വന്നു. മൂവി വന്ന് ഇപ്പൊ നിലവിൽ മലയാളം മാത്രമാണ്. ഇൻ ബിറ്റ്വീൻ കുറെ സീരീസ് ചെയ്തു, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് ഒരുപാട് സീരീസ് ചെയ്തു. ആ സീരീസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും സിനിമ പോലെ തന്നെ, ഐ മീൻ എല്ലാം ഒരുപോലെ തന്നെ അല്ലേ? ഇറ്റ് ഈസ്. പക്ഷേ സീരീസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫറെന്റ്. ബിക്കോസ് ഒന്ന് അത് സിങ്ക് സൗണ്ട് ആണ്. ഇപ്പോഴും സിനിമ സിങ്ക് സൗണ്ട് ഓൾസോ, പക്ഷേ സീരീസ് സിങ്ക് സൗണ്ട്. ആൻഡ് ഇന്ന് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റർ പേസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരേ ടൈമിൽ 2-3 ക്യാമറ ഇടുന്നതും ടു ക്യാപ്ചർ ഓൾ ദി റിയാക്ഷൻസ് ആൻഡ് എവറിഥിങ്. ആൻഡ് യാ ഒരു അലോട്ടഡ് ഇതിൽ 1 day we'd finish about 3-4 scenes. As opposed to cinema, maybe would have done like 2 changes or 3 changes. പക്ഷെ
സീരീസ് യു ഹാവ് ടു ഗോ ഫാസ്റ്റ്, കുറച്ചും കൂടെ ഫാസ്റ്റ്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്സിൽ വന്നു. അപ്പൊ അത് ശരിക്കും അങ്ങനെ ഒരു ഗസ്റ്റ് അപ്പിയറൻസിലേക്ക് പോയപ്പോൾ അത് ഒരുപാട് ആലോചിച്ചോ, ഞാൻ അത് ചെയ്യണോ, അത് ചെയ്താൽ ഒരു ഇതിലേക്ക് എത്തുമോ, അതോ കോൾ വന്ന ഉടനെ വിത്ത് ഷാറുഖ് ഖാൻ? Rohit sir said Shahrukh Khan, I said yes. ആ സെക്കൻഡിൽ The very next second. ഇന്നിപ്പോ ഞാൻ പോന്നപ്പോ തന്നെ എന്റെ മോള് ചെറുത്, അപ്പൊ അവള് പ്രിയയുടെ മൂവീസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അവള് ചെന്നൈ എക്സ്പ്രസ് ആണ് കണ്ടിരിക്കുന്നത്. പ്രിയാമണി കണ്ടപ്പോ അവൻ ചെന്നൈ എക്സ്പ്രസ് അവളെ ഫസ്റ്റ് ചോദിക്കണത് അതാണ്. കാരണം ഇപ്പോഴും ഡാൻസ് പറ്റിയത് എന്താണല്ലോ അത്. അപ്പൊ ഇനിയും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇത് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഐ മീൻ യു ആർ ഇതാണോ, അപ്രോച്ചബിൾ ആണോ, അത് പോവോ? It depends. ഇപ്പോ എനിക്ക് കുറെ ഇപ്പോഴും വന്നു കന്നഡയില്, ഐ തിങ്ക് മോർ സോ കന്നഡയില് മാത്രം, കന്നഡ ആൻഡ് തമിഴ് ഐ തിങ്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ നമ്പർ ഉണ്ട്, ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്കായി പോവോന്നുള്ള സംശയമുണ്ട്. ഐ ഫീൽ ദാറ്റ് ഹിന്ദിയിൽ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ചിലപ്പം സൗത്തിൽ ചെയ്താൽ ദേ മൈറ്റ് കാറ്റഗറൈസ് ആൻഡ് ഓക്കെ സി ദ സോങ് ഇസ് എ ഹിറ്റ്. ഇപ്പൊ നാളെ വീണ്ടും സേ അയ്യോ ഈ ഒരു പടമുണ്ട്, ഇതിലെ സോങ് ചെയ്യാൻ പറ്റുമോ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. സോ ചിലപ്പം ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ ദിസ് ഡെഫിനറ്റ്ലി ഈസ് എ കോൺഷ്യസ് ഡിസിഷൻ ദാറ്റ് I may not do another special number, may not, it depends. കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം നോക്കിയിട്ട് എങ്ങനെയാന്ന്. ഇനി നമ്മുടെ ഈ പൊതുവെ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഇതെല്ലാം വന്നു, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്തു, ഇപ്പം എന്താ പറയാ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു. പക്ഷേ ഇനിയും മനസ്സിൽ എനിക്ക് ഇനി എന്തായാലും ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ എന്തായാലും കുറെ നാളായിട്ട് നമ്മളൊരു ഡ്രീം ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, ഐ ഷുഡ് ഡു ദാറ്റ്, എന്നിട്ട് ഞാൻ ഇനി സിനിമയോടുള്ള ഒരു ബൈ പറയുള്ളൂ. അങ്ങനെ നമ്മുടെ ചിലർക്കുണ്ടാവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ. പ്രിയയെ സംബന്ധിച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ ഇപ്പൊ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എനിക്ക് ഒരു കോമഡി പടം ചെയ്യണം. ബിക്കോസ് കോമഡി ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതെ, it's not as easy as everybody thinks. ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. എല്ലാരും പറയും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോമഡി. അയ്യോ, ചിരിപ്പിക്കാൻ ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ആക്ച്വലി. സോ എനിക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി പടം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പ്രിയ ശരിക്കും ഭയങ്കര എങ്ങനെയാണ് പൊതുവെ പ്രിയ എന്ന് പറയുന്ന പേഴ്സൺ? ഭയങ്കര ജോവിയലാണ്, ഭയങ്കര കോമഡി കൗണ്ടർ ഒക്കെ പറയുന്ന ഒരാളാണോ? അത് അങ്ങനെ പറയാം. അത് ചിലപ്പം എന്റെ അച്ഛന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും. ബിക്കോസ് മൈ ഫാദർ ഈസ് എക്സ്ട്രീംലി ഹിലേരിയസ്. ഒരു ഭയങ്കര ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഇസ് വെരി വെരി ഗുഡ്. ഇപ്പൊ ഒരു ക്രൗഡില് ഇരുന്ന ഹി കൻ ലൈറ്റ് അപ്പ് എനിബഡി ഹി കൻ മേക്ക് എനിബഡി ടോക്ക്. അപ്പോ ചിലപ്പം ആ ഒരു ഗിഫ്റ്റ് എനിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അഗൈൻ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി, ഇരിക്കുന്ന കമ്പനി ആയിട്ട് അപ്പൊ അതാണ് ഇപ്പൊ ശരിക്കും ഉള്ള ഒരു ഇതല്ലേ, നല്ല ത്രൂ ഔട്ട് ഒരു കോമഡി ഒരു സാധനം. ത്രൂ ഔട്ട് ഒരു കോമഡി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ആൻഡ് ഒരു നല്ലൊരു വില്ലൻ റോൾ ചെയ്യണം എന്നൊരു ആഗ്രഹം. നല്ലൊരു വില്ലത്തി ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡില് വന്നിട്ട് ലൈക്ക് രമ്യ കൃഷ്ണൻ പടയപ്പാല ചെയ്ത പോലെ ആ ഒരു ഒരു ഭയങ്കര ബോൾഡ് ആൻഡ് ശരിക്കും അതേപോലെ ഇപ്പൊ അത് പറഞ്ഞ പോലെ ഇപ്പൊ ഒബ്വിയസ്ലി പടയപ്പ കണ്ടപ്പം ആ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ ഒബ്വിയസ്ലി. അപ്പൊ അതേപോലെ തന്നെ ഇത്രയും ഏത് ലാംഗ്വേജിലുള്ളതായിക്കോട്ടെ ഏതെങ്കിലും മൂവി കണ്ടപ്പം എനിക്ക് ഈ ക്യാരക്ടർ വന്നിരുന്നെങ്കിൽ ഞാനിത് എത്രയോ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. That be very selfish. അങ്ങനെയല്ല, പക്ഷെ ചില ക്യാരക്ടർ കാണുമ്പോഴേ നമ്മളങ്ങ് വല്ലാണ്ടങ്ങ് നമുക്കൊരു ഇഷ്ടം തോന്നും. നമ്മൾ വല്ലാണ്ട് എനിക്കത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. ബിക്കോസ് അയ്യോ ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയാൽ എനിക്ക് നന്നായിരിക്കും. കാണുമ്പോൾ യു ഫീൽ അയ്യോ ഇങ്ങനെയും ഒരു ക്യാരക്ടർ വന്നിരുന്നാൽ എനിക്കും അങ്ങനെ ഇഷ്ടം, ഐ കുഡ് ഓൾസോ ഡു ഇറ്റ് എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ somewhere down the line I feel no, then it'll be very jealous of me, very selfish of me that what they have done, whoever adu aarayirikette, whoever whatever characters they have done, they have given it their best and they are the best in whatever they've done. So I'm very happy for everybody with whatever they're doing, whatever roles, whatever films avaru kittunna idile I'm very happy for everybody. Okay, and angane thanne pote, let there be a healthy competition. Okay, ആൻഡ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ബ്രേക്ക് എന്ന് തന്നെ പറയുമ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് ഒരു എന്തെങ്കിലും കോൺഷ്യസ്ലി വല്ലതും എന്തെങ്കിലും ട്രെയിൻ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താൻ നോക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഒന്നുമില്ല. ഓക്കെ, നോട്ട് അറ്റ് ഓൾ. ഓക്കെ, ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഷൂട്ട് വന്നു, ജിത്തു ജോസഫ് വിളിച്ചു, ഞാനിതാ വന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ടു വാസ് എ വെരി ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു ഫോർ ദിസ്, especially my dates. അതും ഒരു
എന്താ പറയാ, ഇറ്റ് വാസ് വെരി ദ സിറ്റുവേഷൻ ഭയങ്കര ഒരു വല്ലാത്ത സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് വാസ് സോ സ്വീറ്റ് ഓഫ് സർ ദാറ്റ് ഞാൻ ചെയ്ത ഒരു തമിഴ് പടം QG എന്ന് പറഞ്ഞ ഒരു പടം, അതിന്റെ ഒരു പോസ്റ്റർ ലോഞ്ചിന് വേണ്ടി ആക്ട്രസ് മീന, ഷീ നോസ് ദ ഡയറക്ടർ, QGയുടെ ഡയറക്ടർ, ദേ നോ വെരി വെൽ. സോ മീന മാം വന്നിട്ട് ഷീ put my poster out, put the poster out. She launched it on the social media. പേര് പറയാൻ പറ്റുമോ? അത് സോഷ്യൽ മീഡിയയുടെ പേര് പറയാൻ പറ്റുമോ? ഓക്കെ. സോ ഷീ ലോഞ്ച്ഡ് ഓൺ ഇൻസ്റ്റഗ്രാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബിക്കോസ് ഷീ ഈസ് വർക്ക്ഡ് വിത്ത് ജിത്തു സർ ഫോർ ദൃശ്യം, ജിത്തു സർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ, ഒന്ന് ലോഞ്ച് ചെയ്തോ, ജസ്റ്റ് പോസ്റ്റർ ലോഞ്ച് ഒന്ന് ഇട്ടോ, സ്റ്റോറി ആയിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ജിത്തു സർ ഞങ്ങളെല്ലാവരും ടാഗ് ചെയ്ത് ജിത്തു സാറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. പിന്നെ ഞാൻ അത് റീപോസ്റ്റ് ചെയ്ത് താങ്ക് യു ജിത്തു സർ എന്ന് പറഞ്ഞിട്ട് ഞാൻ റീപോസ്റ്റ് ചെയ്തു. പിന്നാണ് ജിത്തു സർ എന്നെ തിരിച്ചും ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുന്നതും, പ്രിയ ഞാൻ ജിത്തു ജോസഫ് ആണ്, പ്രിയയുടെ നമ്പർ ഒന്ന് തരൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തതും. പിന്നെ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ സാർ പറയുന്നത് ഞാൻ ഇങ്ങനെ ഇതൊരു പടം ചെയ്യുന്നു, അത് മോഹൻലാൽ സാറാണ് ഹീറോ, അപ്പൊ പ്രിയയുടെ ഡേറ്റ്സ് ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാൻ വർക്ക്ഔട്ട് ചെയ്തോളാം സാർ, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ വേറെ 2 പടം ചെയ്തോണ്ടിരിക്കുകയാണ്. സോ അതിൽ ഇങ്ങനെ ഡേറ്റ്സ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ജിത്തു സർ ഇല്ല എനിക്ക് ഈ 5 ഡേറ്റ്സ് വേണം. ഓക്കെ സർ. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ജിത്തു സർ ഇല്ല എനിക്ക് ഈ ഡേറ്റ്സ് വേണം. ഞാൻ പറഞ്ഞു ശരി സർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ പറയുന്നു. സോ ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് അപ്പ് ആൻഡ് ഡൗൺ. പക്ഷെ ഫൈനലി ഇറ്റ് വർക്ക്. എല്ലാം കഴിഞ്ഞു, ഷൂട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ പ്രിയ എവിടെയാണ് താമസിക്കുന്നത്? ഞാനിപ്പോ താമസിക്കുന്നത് ബോംബെയിലാണ്. ഓക്കെ. അപ്പൊ അവിടെ നിന്നാണ് ഇപ്പൊ ഷൂട്ടിലേക്കുള്ള വരവും കാര്യങ്ങളും എല്ലാം അല്ലെ? അപ്പൊ ബോംബെ ലൈഫൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തങ്ങ് പോകുന്നു. ഇറ്റ്സ് വെരി സെക്ലൂഡഡ് ലൈഫാണ്. ഞാനും മുസ്തുയുടെ അമ്മയും ഞങ്ങൾ മാത്രം വീട്ടിലാണ്. മുസ്തു ഇപ്പൊ US-ലാണ്, അമ്മയും പോരിക്കാണ്, ഷീസ് ഇൻ ദ US. ഞാൻ മാത്രമാണ് ഇപ്പോ വീട്ടില്. പക്ഷെ ഞാനും ഐ വിൽ ഓൾസോ ബി ജോയിനിങ് ദം വെരി സൂൺ ഇൻ ദ US. അതല്ലാതെ ഐ ഹാവ് വെരി സെലക്ടഡ് ഫ്രണ്ട്സ്. ചിലപ്പോൾ അവരുടെ കൂടെ ഞാൻ മൂവി ആയിരിക്കും, ഡിന്നർ ആയിരിക്കും പോവും. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഐ എം വെരി ഹാപ്പി അറ്റ് ഹോം watching movies and watching series on television. ലേസി ടൈമിലും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ സിനിമ അത് തന്നെയാണോ എപ്പോഴും? വേറെ ഒന്നുമില്ലല്ലോ. ഫുഡിംഗ് സ്റ്റോറുള്ള താല്പര്യമൊക്കെ എങ്ങനെയാ? ഫുഡ് ആണോ? നോ, ഹെൽത്തി ഫുഡിയാണ്. യാ ഗുഡ്. അങ്ങനെ. പക്ഷെ അല്ലാതെ ആണെങ്കിലും ചിലപ്പോ ഒരു ക്രേവിങ് അങ്ങനെ തോന്നുമോ? അങ്ങനെയൊക്കെ അതും ഹെൽത്തി ഓപ്ഷൻ ഉണ്ടല്ലോ. എപ്പോഴും അതിലെ പോയി പിടിക്കും. പിന്നെ ഇപ്പൊ ഐസ്ക്രീം ആണെങ്കിലും അതില് 0 കാലറി, ഫാറ്റ് ഫ്രീ, ലോ ഫാറ്റ് അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എപ്പോഴും നോ ഷുഗർ, 0 ഷുഗർ, അതെ അതൊക്കെ ഉണ്ട്. അപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു വിട്ടുവീഴ്ചയില്ല, ഭയങ്കര എക്സസൈസും കാര്യങ്ങളും അതെല്ലാം എവറി ഡേ റെഗുലർ ആയിട്ട്. ഇപ്പോഴും ഈ ഇന്റർവ്യൂ മുമ്പ് ഞാൻ ചെയ്തിട്ടാണ് ഐ ഗോട്ട് റെഡി ഫോർ ദി ഇന്റർവ്യൂ. വെരി ഗുഡ്. അത് കാണാനുണ്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിയലി ഗുഡ്. ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഒരുപാട് മലയാളത്തിലാണെങ്കിൽ ഒരുപാട് ആക്ടേഴ്സിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മൂവിയിലും പ്രത്യേകിച്ച് നമ്മൾ ഫീമെയിൽ ആക്ടർ നോക്കിക്കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ മൂവിയിൽ കാണുന്നു, വേറൊരു മൂവിയിൽ വേറൊരു ഹീറോയിനെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളിപ്പോൾ പ്രിയ വന്ന സമയത്തൊക്കെ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നാളെങ്കിലും. നമുക്ക് നായികമാരെന്ന് പറഞ്ഞ് വെക്കാൻ കയ്യിൽ കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമുക്ക് അങ്ങനെ ഒരു സിനിമ വരുന്ന ആള് ചിലപ്പോ നമ്മൾ പിന്നെ കണ്ടെന്ന് വരില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചേഞ്ചസും അതൊക്കെ പ്രിയക്ക് എങ്ങനെ തോന്നുന്നത്? എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഐ റിയലി കാൺട്ട് സേ. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ദി ആക്ടർ ആൻഡ് ദ ക്യാരക്ടർ അല്ലേ, മൂവി, ദ ഡയറക്ടർ, പ്രൊഡ്യൂസേഴ്സ്. നമുക്കങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും നേരത്തെ പോലെ ആയിരുന്നു. നേരത്തെ ഇപ്പൊ ഒരു 5 പേര് അല്ലെ 10 പേരുണ്ടെങ്കിൽ ഏത് ക്യാരക്ടർ വന്നാലും നിങ്ങൾ ആ ക്യാരക്ടറിലേക്ക് ആവുകയാണല്ലോ. ഓരോരോ ക്യാരക്ടറിലേക്ക് നിങ്ങൾ ആക്ടേഴ്സ് അങ്ങ് മാറുകയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലൊക്കെ ഇത്ര പേരുണ്ട് പറയാം. ഇപ്പൊ എന്ന് പറയാൻ അങ്ങനെയല്ല. ചില ആക്ടേഴ്സിനെ നമ്മൾ കണ്ട് നമുക്ക് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞൊന്നും പോലും വരില്ല. ഏതെങ്കിലും ഒരു സിനിമയിൽ അവർ വന്നു പോയി, പിന്നെ ഇവരെവിടെ കണ്ടിട്ടുണ്ടല്ലാണ്ട് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഇത് നമ്മുടെ മലയാളത്തിലെ ഹീറോയിൻ ആണ് എന്ന് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പം ചില മൂവീസ് ഒക്കെ വരുമ്പം അങ്ങനെയാണല്ലോ, ഭയങ്കര റിയലിസ്റ്റിക് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു നായികയിലേക്ക് ഫോക്കസ്ഡ് അല്ല, ക്യാരക്ടറിലൂടെ അവരങ്ങ് ട്രാവൽ ചെയ്യാണ്.
അതാണ് ഞാൻ ചോദിക്കണേ. റൈറ്റ്. അത് ഐ തിങ്ക് ഇൻ എ വേ ഇറ്റ് ഈസ് എ പ്ലസ് പോയിന്റ് എന്നും പറയാം. ബിക്കോസ് ഇപ്പോ നോട്ട് ഓൺലി ദി ആക്ടേഴ്സ്, ഐ തിങ്ക് ദ ക്യാരക്ടേഴ്സ് ആർ, അതിനാണ് ഇന്ന് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് അവർ തരുന്നത്. ആൻഡ് ഒരു പക്ഷേ ആ പടത്തിൽ ആ ക്യാരക്ടർ സ്റ്റാൻഡ് ഔട്ട് ചെയ്താൽ ചിലപ്പോൾ ഓയോ ഈ പടത്തിൽ ഈ ക്യാരക്ടർ ആയിരുന്നില്ലേ, യു നെവർ സേ അയ്യോ ഈ ആക്ടർ ആയിരുന്നു എന്ന് ആരും പറയുന്നില്ല ഇപ്പോ. സോ എവറിബഡി സേയിങ് അയ്യോ ഈ പടം അയ്യോ. ആൻഡ് ചിലപ്പം ആ ക്യാരക്ടർ അത്ര സ്ട്രോങ് ആയിട്ട് ഇറ്റ് വിൽ സിറ്റ് വിത്ത് യു ദാറ്റ് എവിടെ പോയാലും യു വിൽ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദാറ്റ് ക്യാരക്ടർ. സോ അതൊരു പ്ലസ് പോയിന്റ് എന്നാണ് ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ചിലപ്പം വേറൊരു ദാറ്റ് പെർട്ടിക്കുലർ ആക്ടർ ആ ഒരു ലുക്കില് എല്ലാവർക്കും ഐഡന്റിഫൈ പെട്ടെന്ന് വേറൊരു ഇതില് വന്നു കഴിഞ്ഞാൽ അതേ വെച്ചാൽ അയ്യോ ചിലപ്പം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാറില്ല. അതിപ്പോ അത് റെയർ ക്വാളിറ്റി ആണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് എ പ്ലസ് പോയിന്റ് ഫോർ ദി ആക്ടർ ഇറ്റ്സ് വെരി ഗുഡ് ദാറ്റ് ദ ക്യാരക്ടർ ഇസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് സോ ഷീ ഓർ ഹീ they are recognized. ഓക്കെ. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ഇൻവോൾവ്മെന്റും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം ഉണ്ട്? പ്രിയ വളരെ ആക്റ്റീവ് ആണോ സോഷ്യൽ മീഡിയയിൽ? I am only active on Instagram. ഓക്കെ. എനിക്ക് വേറെ ഇത് ഫേസ്ബുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ. Yeah, I'm only active on Instagram. And then ഈ റീൽസ് ഇടുന്ന കാര്യങ്ങളും അതിലൊക്കെ ആ ഏരിയയിലേക്ക് പക്ഷെ ഞാൻ കുറെ കാണും. ആണല്ലേ? കാണും. പക്ഷെ കാണുമ്പോ തോന്നാറില്ല ചെയ്യാനായിട്ട്? ഇല്ല. I'm not that person who wants to like every day make a reel and put it. No way. Even നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരിക്കുമ്പോഴാണെങ്കിലും റീൽസ് എടുത്ത് ഇട്ടിട്ടുണ്ടോ? അത് വല്ലപ്പോ ഒരു ഇത് ചെയ്യുമ്പോ നമ്മൾ ഓക്കെ നമ്മൾ റീൽ ചെയ്തിട്ടാലോ എന്നൊരു ഇത് തോന്നും. അങ്ങനെ. ആൻഡ് ആക്ച്വലി ഇഫ് യു സീ മൈ എന്റെ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ദ റീൽസ് ദാറ്റ് ഐ മേക്ക് ആർ lesser than the posts that I put. മാക്സിമം ഒരു 10 റീലായിരിക്കും എന്റെ ഇതില്. ബിക്കോസ് എനിക്ക് ആ ഒരു സെറ്റ് ആവൂല. ആവൂല. ഞാൻ ആ ടൈപ്പേ അല്ല. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോ എന്തിട്ടാലും വരുന്ന കമന്റ്സും നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും അതിനോടുള്ള ഇത് അത് എനിക്ക് വേണ്ട, എനിക്കത് ഹെഡേക്ക് ആണ്, അത് എനിക്ക് ആ ഒരു തലവേദന അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ഇനിഷ്യലി തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോ ഇറ്റ്സ് ജസ്റ്റ് അതാണ്. ബിക്കോസ് സീ നമ്മൾ ഒരു ഫേസ് അറിയാത്ത ഒരാളിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ദെൻ ഇറ്റ്സ് ലൈക്ക് ഗിവിങ് ദെം ദാറ്റ് 1 minute ഓഫ് ഫെയിം. ആവശ്യമില്ല. പക്ഷെ സി നിങ്ങൾ പറയുന്നത് ഇറ്റ് ഷുഡ് മേക്ക് സെൻസ്. ചുമ്മാ അങ്ങനെ അയ്യോ ഈ ഇതില് നിങ്ങൾ തടി കൂടി ഇതില്ല ദാറ്റ് യു ടേക്ക് ആൻഡ് ലീവ് ഇറ്റ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഒരു കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. വി കാൺ ഡു എനിത്തിങ് ബിക്കോസ് വി ആർ ഇൻ എ ഇൻഡസ്ട്രി ലൈക്ക് ദാറ്റ്. ഇപ്പൊ കുറച്ച് വെയിറ്റ് ഇട്ടാലും അയ്യോ വെയിറ്റ് കൂടി എന്ന് പറയും, കുറച്ചാലും അയ്യോ വെയിറ്റ് കുറഞ്ഞു പോയല്ലോ ഭയങ്കര മെലിഞ്ഞു പോയി എന്ന് പറയാൻ ആൾക്കാരുണ്ട്. ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. സെൻസുള്ള കാര്യമാണെങ്കിൽ ഇല്ലെങ്കിൽ ഡോണ്ട് ഗിവ് ദം ഇമ്പോർട്ടൻസ്. നോ, ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ദേ കമന്റഡ് ഓൺ മൈ സ്കിൻ കളർ. അയ്യോ കാല് എന്റെ ലെഗ്സ് ബ്ലാക്ക് ആയിട്ടുണ്ട്, ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ. ഐ സെഡ് സി ചിലപ്പം അത് ലൈറ്റിംഗിന്റെ ഇതാവാം, എഡിറ്റിംഗിന്റെ ഇതാവാം. സോ ഡോണ്ട് ബ്ലെയിം ഇറ്റ് ഓൺ മീ. ഞാനിപ്പോ ഐ കൻ സ്റ്റിൽ ഷോ യു സി ദിസ് ഇസ് മൈ ലെഗ് കളർ, മൈ ഫേസ് കളർ മൈ ലെഗ് കളർ ഇസ് ഡിഫറെന്റ് ബിക്കോസ് ഞാനിപ്പോ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഇതില് ഞാൻ ഇട്ടിട്ടില്ല, ലെഗില് ഞാൻ ഇട്ടിട്ടില്ല. So this is actually my actual skin color, which is not tanned, which is not. I protected it as much as I could from the sun. Ipo idum you can say it's a different color. So when if you're make sense of your criticism. That's all I'll say. Criticize cheyyarudenu njan parayunnilla. Cheyyu, please cheyyu. Sensible aayittu criticize aayirikkatte. And let it not be silly and stupid things, so that and I think ഈയിടയ്ക്ക് I posted one video for a friend of mine. ജഗപതി ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ ഉണ്ട്. സോ പുള്ളിക്കാരന്റെ മാനേജറും എന്റെ മാനേജറും ഒരു സെയിം മാനേജറാണ്. സോ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പടത്തിന് വേണ്ടി ഒന്ന് പുള്ളിക്കാരൻ ദാറ്റ് ഇസ് ജഗപതി ബാബു ചെയ്ത പടത്തിന് വേണ്ടി ഒരു വീഡിയോ അയക്കൂ സെയിങ് ദാറ്റ് ഈ ഒരു പടം ആമസോൺ പ്രൈമിൽ വന്നു, സോ കാണൂന്ന് ആ ഒരു വീഡിയോ ചെയ്യൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിൽ വിമല രാമൻ ഉണ്ട്, മമത മോഹൻദാസ് ഉണ്ട് ആൻഡ് ജഗപതി ബാബു. ഞാൻ പറഞ്ഞു ഈ 3 എൻ്റെ നല്ല ഫ്രണ്ട്സ് ആണ്, 3 പേരും ഇങ്ങനെ ഒരു പടം ചെയ്തിട്ടുണ്ട്. സോ ദയവ് ചെയ്ത് ആമസോൺ പ്രൈമിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചെയ്തോളൂ. ഇഫ് യു നോട്ട് ഡൗൺലോഡ് നൗ വാച്ച് ഇറ്റ് ഓൺ ആമസോൺ പ്രൈം. അങ്ങനെ ഞാനൊരു വീഡിയോ അവർ അയച്ചു തന്നു, അവരിട്ടു. ജഗപതി ബാബു അതിൽ താങ്ക് യു എന്ന് പറഞ്ഞു, ഞാൻ വെൽക്കം എന്ന് പറഞ്ഞു.
പിന്നെ അതിൽ കുറേ കമന്റ്സ് വന്നു സെയിങ് ഇത് വാട്ട് എവർ അവരുടെ കമന്റ് സെയിങ് മൂവി നന്നായില്ല അത് ഇത്. ഐ ഡിഡ്ന്റ് ഈവൻ പേ ഹീഡ്. പക്ഷെ ഒരാള് എന്നെ ടാഗ് ചെയ്ത് പറഞ്ഞു ജഗ്പതി ബാബു ഇങ്ങനെ ഇത് സൂപ്പർ ഫ്ലോപ്പ് പടം ഓർ വാട്ട് എവർ ഹി സെഡ്, നിങ്ങൾ എന്താ വിളിക്കാത്ത? ജഗ്പതി ബാബു എന്തിനാ എന്നെ വിളിക്കണം? അതിന് ബിക്കോസ് ഇറ്റ് ഹിറ്റ് മീ സെയിങ് why are you, I shouldn't have done that. പക്ഷെ I said, why will ജഗ്പതി ബാബു recommend me for a film? പുള്ളിക്കാരൻ റെക്കമെൻഡ് ചെയ്താലും ഡയറക്ടർ വിളിച്ച് എനിക്ക് തോന്നിയാൽ മാത്രം ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ആരും വിളിച്ചാൽ ഞാൻ പോവില്ലല്ലോ. ഐ വിൽ നോട്ട് ഡു എ ഫിലിം ജസ്റ്റ് ബിക്കോസ് സംബഡി ഈസ് റെക്കമെൻഡഡ് മീ. I'm grateful if they think that I can do the role. പക്ഷെ എനിക്ക് തോന്നുന്നല്ലോ ദാറ്റ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ മാത്രം ഞാൻ ചെയ്യും എന്നാണ്. ഞാൻ പുള്ളിക്കാരൻ അയാളെടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു then it went on to whatever nonsense that it did and I said look, ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താൽ ഇറ്റ്സ് ലൈക്ക് മീ ഹിറ്റിംഗ് മൈ ഹെഡ് അഗൈൻസ്റ്റ് ദ വാൾ. എന്തിനാ വെറുതെ ജസ്റ്റ് ലെറ്റ് ഹിം ഡു വാട്ട് ഹി വാണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിട്ടു. And that just died down after a day or two. That's it. So I always say that criticize cheyu. You have every right to. You have every right to say good things. You have every right to say bad things. Because we are in this industry where we have to accept the good and the bad. Bad പറയാണെങ്കിൽ make sense of the bad. That's all we are saying. ധാരാളം ഓപ്പൺ ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യൂ. ഇഷ്ടമില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട്. Fine, that is your opinion. I'm not going to sit you down and say, why don't you like me? You have to like me. ഞാൻ പറയുന്ന ആളല്ല. You don't like me? Absolutely fine. You have your reasons? Great. Fantastic. I'm not going to say, make that into positive and better like me. Please like me. ഞാൻ പറയുന്ന ആളല്ല. You like me? Very happy. You don't like me? Fantastic. Absolutely not an issue. But നാളെ ഞാൻ ചെയ്യുന്ന പടങ്ങളിൽ or whatever, even if I make an appearance, ക്രിട്ടിസൈസ് ചെയ്യാൻ കുറെ ആൾക്കാരിലുണ്ട്. Absolutely okay. That also I'm saying absolutely fine. But make sense of that criticism. Okay. That's all I'm saying. Don't let it out into പറയാൻ വേണ്ടിയിട്ട് don't go personal. Don't take it to a level of personal. അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. You very openly you can say I have a bad dressing sense, my makeup is horrible, my hair is horrible. Absolutely fine. No issues. I'll give you 110%. I will give you the opportunity to criticize my dressing sense, my makeup sense, anything. But don't go all the way to my family. That's my only request to people whoever want to criticize me, whoever want to say bad things about me. Let it be till me. Don't go to my family. അത്രേ ഉള്ളൂ. ഓക്കെ പ്രിയ, ഇനി പ്രിയ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് പറയോ? പ്രിയ എങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് പ്രിയ? അതും കൂടെ പറഞ്ഞാൽ എല്ലാം ഇപ്പൊ മനസ്സിലായി. I'm an open book. I'm a very fun loving person, but it also again company മേലെ dependent ആണ്. I'm very fun loving, I'm very open, I'm very friendly, or extrovert എന്നും പറയാം. If you are a friend to me, I'm your best friend. If you rub me on the wrong side, I won't be your friend. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇന്റർവ്യൂ തന്നെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാം വളരെ ഇതായിട്ട് പ്രിയ പറയാനുള്ളതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ് പ്രിയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി. എത്ര ട്രൂ ആയിട്ടാണ് പ്രിയ പറയുന്നതെന്നൊക്കെ. ഒരു രീതിയിലും ഇതല്ല മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു മേക്കപ്പും ഇല്ലാണ്ട് വളരെ ഫാക്റ്റ് ആണ് പ്രിയ സംസാരിച്ചത്. എവറിത്തിങ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഇനി ലാസ്റ്റ് നമുക്കിപ്പോൾ പറയാനുള്ള ഇപ്പൊ ഭയങ്കര ബൂം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സിനിമയിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ ജവാൻ ഇപ്പൊ ഭയങ്കര ഇതായിട്ട് വന്ന് നിൽക്കുക. ആ ഒരു അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. ഹെയർ അതും കൂടെ പറഞ്ഞെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. Say something about Jawan. Say something about Jawan. Jawan released on 7th of the last month. So എല്ലാവരും തിയേറ്ററിൽ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഇപ്പൊ ജവാന്റെ ടീഷർട്ട് ഇട്ടിട്ടിരിക്കണേ? Why not? Because it's for my pure love for Shah Rukh Khan. I love that man. And എനിക്കൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് that I got to be a part of such a wonderful project like Jawan. Atlee sir's directionൽ ഷാറുഖ് ഖാനിന്റെ കൂടെ we were the Azad gang. ഞങ്ങൾ ആറുപേരും we were Azad gang members. Girl power എന്ന് പറയാം. We're very fortunate that we got a wonderful role. Got to be part of such a wonderful project. ഷാറുഖ് ഖാന്റെ ഒപ്പം ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടി.
So very, very happy and very fortunate. And thanks to Atlee sir for giving us such wonderful characters. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ലേ? അതെ, ഇനിയും അതേപോലെ തന്നെ ഇനിയും ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള എത്രയോ മൂവീസ് വരാനിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രിയക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഫ്രം മൈ ഹാർട്ട്. താങ്ക് യു സോ മച്ച് പ്രിയ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ വരാൻ പോണ ഇനി വരുന്ന പ്രോജക്ട്സും നമ്മുടെ മലയാളത്തിന്റെ നേരത്തിന് വേണ്ടിയിട്ട് മോസ്റ്റ്ലി ക്രിസ്മസിന് ഉണ്ടാവും പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ആ നേരത്തിന് വേണ്ടി ഇനി കാത്തിരിക്കാം. അപ്പോൾ കാണാം. ബൈ. Thank you so much.